ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ കറക്റ്റ് റിഗാർഡിംഗ് ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്? ഓക്കെ, ഇംഗ്ലണ്ടിലെ ഗ്രേറ്റ് റെവല്യൂഷൻ അഥവാ ഗ്ലോറിയസ് റെവല്യൂഷനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് വാസ് എ നോൺ വയലന്റ് റെവല്യൂഷൻ. ദ റെവല്യൂഷൻ മാർക്ഡ് ദി എൻഡ് ഓഫ് ബ്രിട്ടീഷ് മൊണാർക്കി. നോക്കാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് വാസ് എ നോൺ വയലന്റ് റെവല്യൂഷൻ. അതൊരു നോൺ വയലന്റ് റെവല്യൂഷൻ ആയിരുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് എ വയലന്റ് റെവല്യൂഷൻ. നമ്മൾ പറയും ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അതിനെ ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നു എന്ന് പറയും. അത് വയലന്റ് അല്ലാത്തതുകൊണ്ടല്ല. ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് പറയാൻ കാരണം അതൊരു ബാറ്റിലായിട്ടോ ഒരു യുദ്ധമായിട്ടോ നടക്കാത്തതുകൊണ്ടും മരണങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ടാണ്. പക്ഷെ വയലന്റ് ആണ്. ഓക്കെ, റെവല്യൂഷൻ ആയിരുന്നു. അത് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒബ്വിയസ്ലി അവിടെ ഒരു കൈൻഡ് ഓഫ് വയലൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഗ്ലോറിയസ് റെവല്യൂഷൻ വാസ് എ വയലന്റ് റെവല്യൂഷൻ. ഇത് തെറ്റാണ്. ഓക്കെ, ദ റെവല്യൂഷൻ മാർക്ഡ് ദി എൻഡ് ഓഫ് ബ്രിട്ടീഷ് മൊണാർക്കി. ബ്രിട്ടീഷ് മൊണാർക്കി അവസാനിച്ചോ? ഇല്ല, ബ്രിട്ടീഷ് മൊണാർക്കി അവസാനിച്ചില്ല. രാജാക്കന്മാര് മാറിയെന്നേ ഉള്ളൂ അല്ലെ. ഇപ്പൊ ഗ്രേറ്റ് റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ജെയിംസ് രണ്ടാമനായിരുന്നു അന്നത്തെ രാജാവ്. ജെയിംസ് രണ്ടാമൻ മാറിയിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മകൾ മേരിയും അദ്ദേഹത്തിന്റെ മരുമകനായിട്ടുള്ള വില്യമും അധികാരത്തിൽ വന്നു. മൊണാർക്കിയിൽ ചേഞ്ച് വന്നെങ്കിലും ബ്രിട്ടീഷ് മൊണാർക്കി അവസാനിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? തെറ്റാണ്. സോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നീദർ 1 or 2. 52ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ became the king of England after the Great Revolution? ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഗ്രേറ്റ് റെവല്യൂഷന് ശേഷം ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള വ്യക്തി ആരാണ്? വില്യം തേർഡ് ആണ്. ഓക്കെ, ജെയിംസ് രണ്ടാമന്റെ മരുമകനായിരുന്നു വില്യം തേർഡ്. വില്യം തേർഡ് ഓഫ് ഓറഞ്ച് എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഓറഞ്ച് ഡൈനാസ്റ്റിയിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ് വില്യം മൂന്നാം. ഓക്കെ, നൗ 53ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് സെക്യൂർഡ് പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ ടു ദി ത്രോൺ ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ്സിന്റെ സക്സഷന് വഴിയൊരുക്കിയ ആക്ട് ഏതാണെന്നാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ ഈ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് പഠിക്കുന്ന സമയത്ത് അത് ഈ മൊണാർക്കിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള റെവല്യൂഷൻ ആയിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞ ഒരു റിലീജിയസ് റെവല്യൂഷൻ കൂടിയാണ്. ഇപ്പൊ വില്യം തേർഡിന്റെ ഭാര്യ മേരിയും അവര് പ്രൊട്ടസ്റ്റന്റ്സ് ആയിരുന്നെങ്കിൽ ജെയിംസ് രണ്ടാമൻ ഒരു കാത്തലിക് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഇടയിൽ ഉണ്ടായ റിലീജിയസ് ഇഷ്യൂ ആണ് ഒരു പരിധിക്കപ്പുറം റെവല്യൂഷന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പൊ ഈ റെവല്യൂഷനൊക്കെ ശേഷം പ്രൊട്ടസ്റ്റന്റ്സ് അണ്ടറിൽ ഒരു ത്രോൺ ഇംഗ്ലണ്ടിൽ വരാൻ തുടങ്ങുന്നുണ്ട്. അത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദ്യം. ആ ആക്ട് ഒഫീഷ്യലി അത് പ്രഖ്യാപിച്ചത് ഏത് ആക്ട് എന്നാണ് ചോദ്യം. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ആണ്. ഓക്കെ, 1701 വന്നിട്ടുള്ള ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ഉണ്ട് 1701. ഓക്കെ, 1701. അപ്പൊ ആൻസർ ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ആണ്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് ആണ് പ്രൊട്ടസ്റ്റന്റ്സിനെ അധികാരത്തിൽ കയറ്റണം ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ എന്ന രീതിയിൽ കൊണ്ടുവന്ന ആക്ട്. നൗ 54ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം പ്രൈഡ് സ്പേർജ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്ന ആ ഒരു ടേം എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ലോങ് പാർലമെന്റ്, ഷോർട്ട് പാർലമെന്റ്, ബിൽ ഓഫ് റൈറ്റ്സ്. നോക്കുക, ഈ പ്രൈഡ് സ്പേർജ് നിങ്ങളുടെ സിലബസിനകത്ത് ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ഒന്നും അല്ല. കാരണം ഇത് നമ്മുടെ ബ്രിട്ടീഷ് ഗ്ലോറിയസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഡയറക്ട്ലി ബന്ധപ്പെട്ട ഒരു പോയിന്റ് അല്ല ഈ പ്രൈഡ് സ്പേർജ്. പക്ഷെ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പഠിക്കുമല്ലോ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ വന്നിരിക്കുന്ന ഒരു ടേം ആണ് ഈ പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്നത്. പ്രൈഡ് സ്പേർജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലോങ് പാർലമെന്റ്. ഓക്കെ, അതായത് ഒരു 1640-കളിൽ 40 മുതൽ തന്നെ ഇംഗ്ലണ്ടിൽ ചില പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇപ്പൊ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്ന എപ്പോഴാണ്? 1688-89 കാലഘട്ടങ്ങളല്ലേ. ആ സമയത്താണ് ഈ ഗ്രേറ്റ് റെവല്യൂഷൻ അഥവാ ഗ്ലോറിയസ് റെവല്യൂഷൻ നടക്കുന്നത്. പക്ഷേ അതൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ ഒരു 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് 1760-48 കാലഘട്ടങ്ങളിൽ അവിടെ ഇംഗ്ലണ്ടിൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ബ്രിട്ടനിലെ പാർലമെന്റിനകത്ത് ഒരുപാട് ഇഷ്യൂസും പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്നത്. ഈ 1640 കാലഘട്ടങ്ങളിലെ പാർലമെന്റിനെ നമ്മൾ ലോങ് പാർലമെന്റ് എന്നാ പറയുന്നത്. ഇത്രയും ഇഷ്യൂസ് ആയിട്ട് കിടക്കുന്ന ആ പാർലമെന്റിനെ ലോങ് പാർലമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ആ ലോങ് പാർലമെന്റ് നടന്നിട്ടുള്ള ആ ഇവന്റിനെയാണ് പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ഈ മിലിറ്ററിയുമായിട്ട്, അത് ബ്രിട്ടീഷ് മിലിറ്ററിയുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഒരിക്കലും പാർലമെന്റിലെ മെമ്പർ ആയിട്ട് തെരഞ്ഞെടുക്കില്ലായിരുന്നു. മിലിറ്ററി ഒരിക്കലും അതിന് അംഗീകാരം നൽകാറില്ല. ഓക്കെ, മിലിറ്ററി ആരെങ്കിലും എതിർക്കുന്നുണ്ടോ അവർക്ക് ഒരിക്കലും പാർലമെന്റിൽ അംഗത്വം നൽകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്.
അത് മിലിറ്ററി പറയുന്ന പോലെ ആയിരുന്നു അന്നത്തെ മൊണാർക്കി എല്ലാം എന്താ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാർലമെന്റ് കാലഘട്ടങ്ങളാണ്, അതിലുള്ള ഒരു ഇവന്റിനെയാണ് നമ്മൾ പ്രൈഡ് സ്പേർജ് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തേക്ക്. നിങ്ങൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത ടെർമിനോളജി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, നൗ 55ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി കൺസിഡർ ആസ് പ്രൈമറി റീസൺസ് ബിഹൈൻഡ് ഗ്ലോറിയസ് റെവല്യൂഷൻ? ഗ്ലോറിയസ് റിവല്യൂഷന്റെ പ്രൈമറി ആയിട്ടുള്ള റീസൺസ് എന്താണ്? നോക്കുക, കിങ്സ് അറ്റംപ്റ്റ് ടു പ്രൊമോട്ട് കാത്തലിസം അറ്റ് ദി എക്സ്പെൻസ് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം, ദ ബർത്ത് ഓഫ് എ മെയിൽ കാത്തലിക് ഹെയർ ടു ദി ത്രോൺ, King's dismal of the parliament and rule by decree, concerns about French influence on the English court. ഗ്ലോറിയസ് റെവല്യൂഷന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് 1, 2 and 3 ആണ്. നോക്കുക, ഗ്ലോറിയസ് റെവല്യൂഷൻ ഒരു റീസൺ ഞാൻ പറഞ്ഞു, റിലീജിയൻ ആണ്. രാജാവ്, അതായത് ജെയിംസ് രണ്ടാമൻ കാത്തലിസം പ്രൊമോട്ട് ചെയ്തു അറ്റ് ദി എക്സ്പെൻസ് ഓഫ് പ്രൊട്ടസ്റ്റന്റിസം. പ്രൊട്ടസ്റ്റന്റ്സിനെയൊക്കെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കാത്തലിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് രാജാവ് ശ്രമിക്കുന്നു. അത് ഒബ്വിയസ്ലി അവിടെ ഒരു പോപ്പുലർ ഇഷ്യൂ ആക്കി മാറി. ദ ബർത്ത് ഓഫ് എ മെയിൽ കാത്തലിക് ഹെയർ ടു ദി ത്രോൺ, ത്രോണിലേക്ക് ഒരു കാത്തലിക് ഹെയറിനെ കൊണ്ടുവരാൻ, ഒരു അവകാശിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു രാജാവ്, അതും ഒരു റീസൺ ആണ്. കിങ്സ് ഡിസ്മൽ ഓഫ് പാർലമെന്റ് ആൻഡ് റൂൾ ബൈ ഡിക്രി, പാർലമെന്റിന്റെ യാതൊരു തീരുമാനങ്ങളും രാജാവ് അംഗീകരിക്കാതെ വന്നു. ഓക്കെ, അത് രാജാവ് കുറച്ചുകൂടി പവർഫുൾ ആയിട്ട് മാറി, പാർലമെന്റിന് മുകളിൽ രാജാവ് പ്രവർത്തിക്കാൻ തുടങ്ങി, അതും റീസൺ ആണ്. 4ാമത്തെ നോക്കിയത് കൺസേൺസ് അബൌട്ട് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഓൺ ദി ഇംഗ്ലീഷ് കോർട്ട്, അത് തെറ്റാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യം പണ്ടേ ഉള്ള രാജ്യമൊക്കെ തന്നെയാണ്, ഫ്രഞ്ച് സ്പീക്കിംഗ് സ്റ്റേറ്റുകളൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രഞ്ചുകാർ ഒരിക്കലും ഈ ഗ്ലോറിയസ് റെവല്യൂഷനിൽ അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങളിലോ റിലീജിയസ് കാര്യങ്ങളിലോ അങ്ങനെ ഇടപെടാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഈ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത്, അത് കോഴ്സ് നടക്കുന്ന സമയത്ത് ചില ഇൻഫ്ലുവൻസ് ഫ്രാൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ വലിയ രീതിയിൽ അവർക്ക് നല്ല ഔട്ട്കം ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഗ്ലോറിയസ് റെവല്യൂഷന്റെ കാരണങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് പറയാൻ പറ്റില്ല. ഓക്കെ, ആ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തതിനൊക്കെ ശേഷം ചെറിയ തരത്തിൽ ഫ്രാൻസിന്റെ ഒരു ഇടപെടൽ നമുക്ക് ഈ ഗ്ലോറിയസ് റെവല്യൂഷനിലെയും മിലിറ്ററി സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നത് കാണാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനൊരു കാരണമായിട്ട്, റീസൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുത്ത് കളയാം. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2 and 3 ഉള്ളി. ഇനി 56ാമത്തെ ചോദ്യം, വിച്ച് ഡോക്യുമെന്റ് ലിമിറ്റഡ് ദി പവർ ഓഫ് ഇംഗ്ലീഷ് മൊണാർക്ക് ആഫ്റ്റർ ദി ഗ്രേറ്റ് റെവല്യൂഷൻ? ഗ്രേറ്റ് റെവല്യൂഷൻ ശേഷം ബ്രിട്ടീഷ് രാജാവിന്റെ പവർ ലിമിറ്റ് ചെയ്ത ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മാഗ്ന കാർട്ട, ഓപ്ഷൻ ബി ഹേബിയസ് കോർപ്പസ് ആക്ട്, ഓപ്ഷൻ സി പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി ബിൽ ഓഫ് റൈറ്റ്സ്. ആൻസർ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഓക്കെ, ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അതായത് ബ്രിട്ടീഷ് മൊണാർക്കിന്റെ പവർ കുറച്ച് ഡോക്യുമെന്റ്, ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ ഇന്ന് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്നാണെങ്കിലും ഈ പറയുന്ന ഗ്രേറ്റ് റെവല്യൂഷനും അല്ലെങ്കിൽ ഗ്രേറ്റ് റെവല്യൂഷനൊക്കെ ശേഷം ഇന്നത്തെ ഇംഗ്ലണ്ട് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെ രാജാവുണ്ട്, മൊണാർക്കി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അല്ലേ ബ്രിട്ടനിലുള്ളത്. അത് രാജാവ് ഉണ്ടെങ്കിലും ഒരു ക്രൗൺ അവിടെ ഉണ്ടെങ്കിലും അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പാർലമെന്റ് ആണ്, അല്ലെ? പാർലമെന്റ്, ഡെമോക്രാറ്റിക് പാർലമെന്റ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് രാജാവിന്റെ പവർ കുറച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ് ഏതാണെന്നാണ് ചോദ്യം. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ആഫ്റ്റർ ദി ഗ്രേറ്റ് റെവല്യൂഷൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബിൽ ഓഫ് റൈറ്റ്സ്. ഇതേ കോണ്ടെക്സ്റ്റിൽ വരുന്ന വേറൊരു സംഭവമാണ് മാഗ്ന കാർട്ട. 1215 വന്നിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ് മാഗ്ന കാർട്ട. അന്ന് ജോൺ രാജാവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ജനങ്ങൾ വരികയും ജനങ്ങൾ രാജാവിനെ കൊണ്ട് എന്ത് ചെയ്തു, അവിടെ കൊണ്ടൊരു ഡോക്യുമെന്റ് സൈൻ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ രാജാവിന്റെ പവർ കുറയ്ക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് മാഗ്ന കാർട്ട. പക്ഷെ അത് നടക്കുന്ന എപ്പോഴാ? 1215. ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ആഫ്റ്റർ ദി ഗ്രേറ്റ് റെവല്യൂഷൻ, 1688 ശേഷമുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ഓക്കെ, നൗ 57ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈവന്റ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദി ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്? ഗ്രേറ്റ് റെവല്യൂഷന്റെ ബിഗിനിങ്ങിനെ, അത് സ്പാർക്ക് ചെയ്യാൻ കാരണമായിട്ടുള്ള ഇവന്റ് ഏതാണെന്നാണ് ചോദ്യം. അത് ഗ്രേറ്റ് റെവല്യൂഷൻ നടക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് അതൊരു സ്പാർക്ക്, ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദി ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അതെന്താണ് ചോദ്യം. ഓപ്ഷൻ എ, ദ കൊറോണേഷൻ ഓഫ് വില്യം ആൻഡ് മേരി, ദ സ്റ്റാർട്ടിംഗ് ഓഫ് 30 years war, ദ ഫ്ലൈറ്റ് ഓഫ് ജെയിംസ് സെക്കൻഡ് ഫ്രം ഇംഗ്ലണ്ട്, ദ സൈനിങ് ഓഫ് ദി ബിൽ ഓഫ് റൈറ്റ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അത് റെവല്യൂഷൻ നടക്കാൻ പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ രാജാവ് എന്തെങ്കിലും സ്ഥലം വിടും. ഓക്കെ, അന്നത്തെ രാജാവായിരുന്ന ജെയിംസ് രണ്ടാമൻ നാട് വിട്ടു പോകും.
ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും ഈ റെവല്യൂഷന്റെ ഒരു ബിഗിനിങ് ആയിട്ട്. ദാറ്റ് ഇവന്റ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്. നോക്കുക ഓപ്ഷൻ സി. 58. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് മൊത്തം ഗ്രേറ്റ് റെവല്യൂഷൻ അഥവാ ഗ്ലോറിയസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നേരെ അമേരിക്കൻ റെവല്യൂഷനിലേക്ക് ചെല്ലുകയാണ്. 58 മുതൽ. ഫിലാഡൽഫിയ കൺവെൻഷൻ വാസ് ഹെൽഡ് ടു. ഫിലാഡൽഫിയ കൺവെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഫിലാഡൽഫിയ കൺവെൻഷൻ അഥവാ ഫസ്റ്റ് കോണ്ടിനെന്റൽ കൺവെൻഷൻ, അതുപോലെ തന്നെ സെക്കൻഡ് ഫിലാഡൽഫിയ കൺവെൻഷൻ എന്ന് പറഞ്ഞ രണ്ട് കോണ്ടക്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് എന്തിനായിരുന്നു ഫിലാഡൽഫിയ കൺവെൻഷൻ? To declare independence of America, to frame a new constitution for America, to protest against the oppression of the British, to abolish slavery in India. Answer option B ആണ്, to frame a new constitution for America. ശ്രദ്ധിക്കുക, രണ്ട് ഫിലാഡൽഫിയ കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് രണ്ട് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ സമയത്ത് പഠിക്കും. ഒന്ന് നടക്കുന്നത് 1774-ലും മറ്റൊന്ന് നടക്കുന്നത് 1776-ലുമാണ്. രണ്ടും നടക്കുന്നത് ഫിലാഡൽഫിയയിൽ ആയതുകൊണ്ട് ഇത് ഒന്നിനെ ഫസ്റ്റ് ഫിലാഡൽഫിയ കൺവെൻഷൻ എന്നും മറ്റതിനെ സെക്കൻഡ് ഫിലാഡൽഫിയ കൺവെൻഷൻ എന്നും പറയും. ശരിക്കും 1774 നടക്കുന്ന ഫസ്റ്റ് ഫിലാഡൽഫിയ കൺവെൻഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ശരിക്കും നമുക്കറിയാലോ ബ്രിട്ടീഷ് കോളനീസ് ആയിട്ട് 13 കോളനികൾ ഉണ്ടായിരുന്നു അല്ലെ നമ്മുടെ അമേരിക്കയിൽ. 13 കോളനിയും പങ്കെടുത്തില്ല. ജോർജിയ എന്ന കോളനി ഒഴിച്ച് ബാക്കി 12 കോളനികളും പങ്കെടുത്ത് അവരൊരു ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഈ കോളനിയിലെ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഡോക്യുമെന്റ് എഴുതുകയും അതിനകത്ത് രാജാവിനോട് കുറെ ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ടാക്സുകൾ, ഞങ്ങളുടെ കൺസെന്റ് ഇല്ലാതെ ടാക്സ് പിരിക്കാൻ പാടില്ല, ട്രേഡും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സുഗമമായിട്ട് നടത്താൻ കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവകാശങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ ഇവർ ആ ഡോക്യുമെന്റിനകത്ത് എഴുതുന്നുണ്ട്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് എന്നുണ്ട്. എന്നിട്ട് ഈ ഡോക്യുമെന്റുമായിട്ട് നേരെ രാജാവിന്റെ മുമ്പിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യും. ഇത് ഞങ്ങളുടെ അവകാശങ്ങളാണ്, ഇത് നിങ്ങൾ അംഗീകരിച്ച് തരണമെന്ന് രാജാവിനോട് പറയും. പക്ഷെ രാജാവ് എന്ത് ചെയ്തില്ല, അത് അംഗീകരിച്ച് നൽകത്തില്ല. ഇതിനെയാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നൊക്കെ അമേരിക്കൻ റെവല്യൂഷനിൽ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഫിലാഡൽഫിയ കൺവെൻഷൻ ശരിക്കും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഉണ്ടാക്കുകയും പിന്നെ ആ ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ രാജാവ് അംഗീകരിക്കാതെ വരുമ്പോഴാണ് ഒരു യുദ്ധത്തിലേക്ക് അത് നയിക്കുന്നത്. ശരിക്കും അമേരിക്കൻ റെവല്യൂഷന്റെ സ്റ്റാർട്ടിങ് ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന് ശേഷമാണെന്നാണ് പറയുന്നത്. 1775 ഒഫീഷ്യലി നമ്മുടെ അമേരിക്കൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദിസ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ ഓർ ദി ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺവെൻഷന്റെ ഒരു ഔട്ട്കം ആയിട്ടുള്ള ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ, അത് രാജാവ് സഹകരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് 1775 റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫിലാഡൽഫിയ കൺവെൻഷൻ നടക്കുന്ന 1776-ലാണ്. അതുണ്ടായത് എന്തിനു വേണ്ടിയിട്ടാ? പ്രോപ്പർലി നിങ്ങൾ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലെ അമേരിക്കയുടെ, അത് ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് ഇന്ത്യ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സംഭവം കൊണ്ടുവരാം, ഫ്രെയിം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്ന കോൺവെൻഷനാണ് സെക്കൻഡ് ഫിലാഡൽഫിയ കൺവെൻഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആകണമായിരുന്നു. ശരിക്കും സെക്കൻഡ് ഫിലാഡൽഫിയ കൺവെൻഷൻ എന്നായിരുന്നു ശരിക്കും ചോദിക്കേണ്ടത്. രണ്ടും ഔട്ട്കം വാസ് എ ഡിക്ലറേഷൻ. പക്ഷെ ഫസ്റ്റ് വൺ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ഫിലാഡൽഫിയ കൺവെൻഷൻ ആണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, ടു ഫ്രെയിം എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ അമേരിക്ക. ഇനി 59-ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ഓതർ ഓഫ് ദി അമേരിക്കാസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? അമേരിക്കയുടെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ എഴുതിയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി ആരാന്നാണ് ചോദ്യം. ആൻസർ തോമസ് ജെഫേഴ്സൺ ആണ്. ഓക്കെ, തോമസ് ജെഫേഴ്സൺ ആണ്. ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ജോർജ് വാഷിംഗ്ടണും അതുപോലെ തോമസ് ജെഫേഴ്സണും പിന്നെ അതുപോലെ മിഡിൽട്ടണും എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയതും. ദ മെയിൻ ഓതർ വാസ് തോമസ് ജെഫേഴ്സൺ. ഓക്കെ, തോമസ് ജെഫേഴ്സന്റെ പേരിലാണ് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് സൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. നൗ 60-ാമത്തെ ചോദ്യം, ഹു വാസ് ദി കമാൻഡർ ഓഫ് ദ US ആർമി ഡ്യൂറിംഗ് ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്? അതായത് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്ന സമയത്ത് അമേരിക്കൻ ആർമിയുടെ കമാൻഡർ ആരായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ജോർജ് വാഷിംഗ്ടൺ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി അമേരിക്കൻ റെവല്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവണം. അത് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത്തരം ആൻസേഴ്സ് കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഒരു പരിധിക്കപ്പുറം ഞാൻ കഥകൾ പറയാത്തത്. സോ ഓപ്ഷൻ ഡി, ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലെ കമാൻഡർ ആയിട്ട് പുള്ളിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നൗ 61-ാമത്തെ ചോദ്യം, വാട്ട് കീ എൻലൈറ്റ്മെന്റ് പ്രിൻസിപ്പിൾ ഇൻഫ്ലുവൻസ്ഡ് ദി അമേരിക്കൻ റെവല്യൂഷൻ? So first one, the divine rights of king. Second, feudalism, social contract theory.
ഓക്കെ, ഇതിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് അമേരിക്കൻ റെവല്യൂഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കുക, ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ് എന്ന് വെച്ചാൽ എന്താ? രാജാവ് ദൈവത്തിന് തുല്യമാണ്, ദൈവത്തിൽ നിന്നും ഡയറക്ട്ലി രാജാവ് ഈ പറഞ്ഞ റൂൾ ചെയ്യാനുള്ള പവർ അറ്റൈൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നതാണ് ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ്. കിങ്ങിന് ഒരു ഡിവൈനിറ്റി ഫീലിംഗ് നൽകുക, ദൈവത്തിന് തുല്യമാണ് എന്നൊരു പോസ്റ്റർ കൊടുക്കുന്നതാണ് ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ് എന്ന് പറഞ്ഞത്. അമേരിക്കൻ റെവല്യൂഷനിൽ എവിടെയെങ്കിലും രാജാവ് അങ്ങനെ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഡിവൈൻ റൈറ്റ്സ് ഓഫ് ദ കിങ് അമേരിക്കൻ റെവല്യൂഷന് കാരണമല്ല. അവിടുത്തെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാര് അനാവശ്യമായിട്ട് എന്ത് ചെയ്യാണ്? കൺട്രോൾ കൊണ്ടുവരണം. ടാക്സിന്റെ രൂപത്തിലും ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ചെയ്യുന്ന പല കോണ്ടക്സ്റ്റുകളും കോളനികളിലെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കോണ്ടക്സ്റ്റ് ആണ്. അവിടെ കിങ്ങിന്റെ പവറിൽ, കിങ്ങിന്റെ ഡിവൈൻ പവേഴ്സിനെ കുറിച്ചല്ല അവിടെ സംസാരം വരുന്നത്, അല്ലെ? സോ ഫസ്റ്റ് പോയിന്റ് തെറ്റാണ്. ഇനി ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന കോൺസെപ്റ്റ് അമേരിക്കൻ റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂഡൽ ലോർഡ്സ് അല്ലെങ്കിൽ ഫ്യൂഡൽ ചീഫുകളുടെ ഒരു പവർ. ഈ ലാൻഡുകൾക്ക് ഇമ്പോർട്ടൻസ് കിട്ടിയ സമയത്ത് ലാൻഡുമായി ബന്ധപ്പെട്ട് എമേർജ് ആയി വന്നൊരു തിയറിയാണ് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഒരിക്കലും ഫ്യൂഡലിസം എവിടെ എഫക്ട് ചെയ്തിട്ടില്ല? അമേരിക്കൻ റെവല്യൂഷൻ എഫക്ട് ചെയ്തിട്ടില്ല. അത് ഫ്യൂഡൽ പവേഴ്സ് ആയിരുന്നില്ല, അല്ലെ? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഒരു പൊളിറ്റിക്കൽ കൺട്രോൾ ആണ്, ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് കൺട്രോൾ ആണ് ഒരു പരിധിക്ക് അപ്പുറം അമേരിക്കൻ റെവല്യൂഷന് കാരണമായിട്ടുള്ളത്. സോ അതും തെറ്റാണ്. ഇനി സോഷ്യൽ കോൺട്രാക്ട് തിയറി. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ റൂസോയുടെയും അതുപോലെ ജോൺ ലോക്ക്, തോമസ് ഹോബ്സ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വെച്ചൊരു തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞാൽ. ആ തിയറി പറയുന്നത് വേറെ ഒന്നുമല്ല, there is a mutual beneficial agreement, there is a mutual beneficial contract between the ruler and the ruled എന്നാ പറയുന്നത്. അതായത് റൂളർ, അത് ഗവൺമെന്റും ജനങ്ങളുമായിട്ട് there is a mutually beneficial agreement എന്നാ പറയുന്നത്. ജനങ്ങളുടെ ഒരുപാട് പേഴ്സണൽ റൈറ്റ്സ്, പേഴ്സണൽ കൺട്രോൾ എല്ലാം രാജാവിനോട് നൽകുന്നു. ഇൻ റിട്ടേൺ രാജാവ് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ നൽകുന്നു. അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ രാജാവിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ടെന്നാ പറയുന്നത്. രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കും ഈ ജനങ്ങൾക്കും ഇടയിൽ there is a mutually beneficial agreement എന്ന് പറയുന്ന തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അമേരിക്കൻ റെവല്യൂഷന്റെ വൺ ഓഫ് ദി പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ, അന്ന് അമേരിക്കൻ റെവല്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട എൻലൈറ്റ്മെന്റ് പ്രിൻസിപ്പിൾ ആണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇതൊരു വ്യക്തിയുടെ മാത്രം കോൺട്രിബ്യൂഷൻ അല്ല, നോട്ട് ചെയ്ത് വെക്കണം. തോമസ് ഹോബ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ശരിക്കും ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി ആദ്യം മുന്നോട്ടൊക്കെ കൊണ്ടുവരാം. പിന്നീട് ജോൺ ലോക്ക്, അതുപോലെ റൂസോ തുടങ്ങിയവർ ഇതിനകത്ത് എന്ത് ചെയ്തു? ചില കോൺട്രിബ്യൂഷൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. സോ അത് ഒരു വ്യക്തിയുടെ കോൺട്രിബ്യൂഷൻ അല്ല. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. സോ അമേരിക്കൻ റെവല്യൂഷനെ ഏത് മാത്രമേ ഇൻസ്പയർ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൂ? സോഷ്യൽ കോൺട്രാക്ട് തിയറി. ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ ബി, 3 only. Now 62ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ബോസ്റ്റൺ ടീ പാർട്ടി വാസ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി അൺഫെയർ ടീ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ബ്രിട്ടീഷ്. The Sons of Liberty played a key role in executing the Boston Tea Party. The British responded to the Boston Tea Party with the coercive acts on the Massachusetts colony. അപ്പൊ നോക്കുക, ഇത് മൂന്നും ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി ആരംഭിക്കപ്പെട്ടത്? നമുക്കറിയാം അമേരിക്കൻ റെവല്യൂഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ്, ഒരു ഇവന്റ് ആയിരുന്നു ഈ ബോസ്റ്റൺ ടീ പാർട്ടി. ഒരു 1770 അടുപ്പിച്ച്, ഒരു 1770s അടുപ്പിച്ച് ഈ പറഞ്ഞ 13 കോളനികളിലും ഒരുപാട് ടാക്സുകൾ നിലവിലുണ്ടായി. ടാക്സ് എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ടാക്സ് ഉണ്ടായിരുന്നു. നമ്മള് ഗ്രെൻവിൽ മെഷേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഗ്രെൻവിൽ അന്നത്തെ ബ്രിട്ടീഷ് ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഗ്രെൻവിൽ കുറെ ടാക്സുകൾ ഇമ്പോസ് ചെയ്തു. അതുപോലെ ടൗൺഷെൻഡ് ആക്ട് എന്ന് പറഞ്ഞിട്ട് രീതിയിൽ അന്നത്തെ ചാൾസ് ടൗൺഷെൻഡ് ഒരുപാട് ആക്ടുകൾ മുന്നോട്ട് കൊണ്ടുവന്നു, ഒരുപാട് ടാക്സുകൾ കൊണ്ടുവന്നു. അപ്പൊ ഒരു 1770കളിൽ അന്ന് ബ്രിട്ടീഷ് കോളനികളിൽ, അന്നത്തെ ഈ അമേരിക്കൻ ബ്രിട്ടീഷ് കോളനികളിൽ ഒരുപാട് നിയമങ്ങളും ഒരുപാട് ടാക്സുകളും നിലവിലുണ്ടായിരുന്നു. ഈ ടാക്സുകളെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ട് 1770ൽ മാസച്യൂസെറ്റ്സ് പ്രൊവിൻസിനകത്തുള്ള ഒരു പോർട്ട് സിറ്റി ഉണ്ട്, ബോസ്റ്റൺ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു കൂട്ടക്കൊല നടക്കും, ബോസ്റ്റൺ മസാക്കർ എന്ന് പറയും. ബോസ്റ്റൺ ടീ പാർട്ടിയാണ് ബോസ്റ്റൺ മസാക്കർ. ഓക്കെ, 1770ൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു ഇവന്റ് ഉണ്ട്, അതാണ് ബോസ്റ്റൺ മസാക്കർ എന്ന് പറയുന്നത്. അന്ന് ബ്രിട്ടീഷ് ആർമി കുറെ പേരെ ഇങ്ങനെ ഓപ്പൺലി ഫയർ ചെയ്ത് 5 അമേരിക്കൻ കോളനിസ്റ്റ് ആയിട്ടുള്ള 5 പേര് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ്
ബോസ്റ്റൺ മസാക്കർ എന്ന് പറയാം. അപ്പൊ ഈ ബോസ്റ്റൺ മസാക്കർ വന്ന പാടെ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആക്ടുകളും ടാക്സുകളെല്ലാം ബ്രിട്ടീഷ് ഗവൺമെന്റ് അങ്ങ് പിൻവലിച്ചു. ഓക്കെ, ഈ ബോസ്റ്റൺ മസാക്കറിന് ശേഷം ഈ ടൗൺഷെൻഡ് ആക്ട് തുടങ്ങിയ ആക്ടുകളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇനി അതൊന്നും എന്തില്ല ഇമ്പോസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അതൊക്കെ നിർത്തലാക്കി. പക്ഷേ അതിനകത്ത് ഒരു നിയമം മാത്രമാണ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നത്, അതാണ് ടീ ടാക്സ്. ഓക്കെ, തേയിലയിലുള്ള ടാക്സ് മാത്രം എന്ത് ചെയ്തില്ല, എൻഡ് ചെയ്തില്ല. തേയിലയിലുള്ള ടാക്സിന്റെ കളക്ഷൻ ഒരുപാട് അങ്ങ് കൂട്ടുകയും ചെയ്തു. അവസാനിപ്പിക്കുക മാത്രമല്ല, അത് കൂട്ടുക കൂടി ചെയ്തു. ബാക്കിയുള്ള നിയമങ്ങളെല്ലാം ഈ പെയിന്റ്, ഗ്ലാസ് തുടങ്ങിയ സാധനങ്ങൾക്ക്, പേപ്പറിനൊക്കെ ഇമ്പോസ് ചെയ്ത ടാക്സ് ഒക്കെ എന്ത് ചെയ്തു, ബാൻ ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ അബോളിഷ് ചെയ്ത് കളഞ്ഞു. പകരം ടീയിലുള്ള ടാക്സ് മാത്രം നിലനിർത്തി. പക്ഷെ നമ്മൾ അമേരിക്കൻ കോളനിസ്റ്റുകളുടെ ആവശ്യം എന്തായിരുന്നു, ഈ ടാക്സും എലിമിനേറ്റ് ചെയ്ത് കളയണം എന്നുള്ളതായിരുന്നു. അങ്ങനെ അന്ന് ഈ മാസച്യൂസെറ്റ്സ് പ്രൊവിൻസിൽ തന്നെ കുറച്ചു പേര് ചേർന്നിട്ട് അന്ന് ബോസ്റ്റൺ പോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ബോക്സസ് ഓഫ് ടീ ഉണ്ടായിരുന്നു. ആ ടീ കംപ്ലീറ്റ്ലി എടുത്ത് എന്ത് ചെയ്തു, വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ടു. ഇതാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തൊരു വ്യക്തിയുണ്ട്, സാമുവൽ ആഡംസ്. സാമുവൽ ആഡംസിന്റെ സംഘടനയായിരുന്നു ദ സൺസ് ഓഫ് ലിബർട്ടി. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ദ സൺസ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് സാമുവൽ ആഡംസിന്റെ സംഘടനയായിരുന്നു. അവരും കൂടെ ചേർന്നിട്ടാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന ഇവന്റ് അവിടെ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അന്ന് പോർട്ടിൽ വന്ന് ഇറങ്ങിയ കപ്പലിൽ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ ബോക്സ് ഓഫ് ടീ അതെടുത്ത് ഇവര് വെള്ളത്തിൽ ഇട്ടു. അതാണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആഫ്റ്റർ ദിസ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ത് സംഭവിച്ചു, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ മാസച്യൂസെറ്റ്സ് കോളനിയിൽ പല റെസ്ട്രിക്റ്റീവ് ഓർഡേഴ്സ് പ്രഖ്യാപിച്ചു. ഈ ബോസ്റ്റൺ പോർട്ടിനെ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, ഇവിടെ കച്ചവടം ഒന്നും കൊണ്ടുവരാൻ പാടില്ല, ബോസ്റ്റനെ കംപ്ലീറ്റ്ലി എന്തൊരു നമ്മൾ ഈ മാർഷൽ നിയമം വരുമ്പോൾ എങ്ങനെയായിരിക്കും അതുപോലത്തെ ആംഗിളിൽ ബോസ്റ്റനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു ആഫ്റ്റർ ദിസ് ബോസ്റ്റൺ ടീ പാർട്ടി. ആ ആക്ടിനെയാണ് കൊയേഴ്സീവ് ആക്ട് എന്നോ അല്ലെങ്കിൽ ഇൻടോളറബിൾ ആക്ട് എന്നോ പറയും. ഓക്കെ, മാസച്യൂസെറ്റ്സ് കോളനിയിലെ ഒരു സ്ഥലമാണ് ഈ ബോസ്റ്റൺ എന്ന് പറയുന്നത്. ഓക്കെ, അവർക്കെതിരായിട്ട് ഒരുപാട് റെസ്ട്രിക്റ്റീവ് നിയമങ്ങൾ കൊണ്ടുവന്നു. അതിനെയാണ് കൊയേഴ്സീവ് ആക്ട് എന്നും അല്ലെങ്കിൽ ഇൻടോളറബിൾ ആക്ട് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ദ ബോസ്റ്റൺ ടീ പാർട്ടി വാസ് എ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്നാ പറയുന്നത്. അത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണോ? അല്ല, അതൊരു പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നില്ല, ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു എഗെയിൻസ്റ്റ് ദി അൺഫെയർ ടീ ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി ബ്രിട്ടീഷ്. ഓക്കെ, ഇമ്പോസ് ചെയ്യാന്ന് പറയുമ്പോൾ നോക്കുക, ടീ ടാക്സ് റിമൂവ് ചെയ്ത് കളഞ്ഞില്ല, പകരം അത് എന്തു വീണ്ടും വീണ്ടും ആ ടീ ടാക്സ് കൂട്ടുകയാണ് അവിടെ ചെയ്തത്. അതാണ് ഈ അൺഫെയർ ടീ ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരായിട്ട് വന്നിട്ടുള്ള ഒരു വയലന്റ് പ്രൊട്ടസ്റ്റ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടി. നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഈ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് തെറ്റായിട്ട് പറയുന്നത്. അപ്പം 2ഉം 3 മാത്രമേ ഉള്ളൂ ശരി. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 and 3 only. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ഈസ് റിലേറ്റഡ് ടു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന സ്ലോഗൻ ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. പ്രശ്നം ഇതായിരുന്നു, നമ്മൾ ഈ ബ്രിട്ടനിലൊക്കെ കുറ്റം ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ രാജാവിനെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് എതിരായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കച്ചവടക്കാരായിട്ട് വരുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ള ചില ആളുകൾ നമ്മുടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലെ കോസ്റ്റൽ ഭാഗത്ത് വന്നിട്ട് വർഷങ്ങളായിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള കോളനികളാണ് ഈ 13 അമേരിക്കൻ ബ്രിട്ടീഷ് കോളനികൾ എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബ്രിട്ടീഷ് ലീനേജിൽപ്പെട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പല ആവശ്യങ്ങൾക്കാണ്, ചിലപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ കുറ്റം ചെയ്തവരെ മാറ്റിപ്പാർപ്പിക്കാൻ ഉപയോഗിച്ച സ്ഥലങ്ങളായിരിക്കാം ഈ അമേരിക്കയുടെ, നമ്മുടെ നോർത്തേൺ അമേരിക്കയുടെ സൈഡിലുള്ള 13 കോളനികൾ. ഓക്കെ, ഇവർ ബ്രിട്ടീഷ് കോളനിസ്റ്റ് ആണ്, പക്ഷെ അമേരിക്കക്കാരെന്നാണ് ഇവർ പറയുന്നത്. ഇവർ ഒറിജിനൽ ആയിട്ടുള്ള അബോറിജിനൽസ് അല്ല, അമേരിക്കൻ അബോറിജിനൽസ് അല്ല. അപ്പോ ശരിക്കും ഈ കോളനികൾ ബ്രിട്ടീഷ് കോളനികളാണ്, പക്ഷെ അത് താമസിക്കുന്നത് അമേരിക്കനാണ് മാത്രം. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റിന് എന്തിനു അവകാശമുണ്ട്? ഈ കോളനികളുടെ മേലിൽ പല ടാക്സുകളും പല നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശം ഉണ്ടെന്നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് വെക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള ജനങ്ങൾ എന്താ പറയുന്നത്? ഇവിടെയുള്ള ബ്രിട്ടീഷ് കോളനികളിൽ ജീവിക്കുന്ന ആൾക്കാർ എന്താ പറയുന്നത്? ഇൻ കേസ് അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റിന് അധികാരം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഓട്ടോണമി സ്റ്റാറ്റസും കൊണ്ടുവരണം. ഇവിടെയുള്ള ജനങ്ങൾക്കും അതിനകത്ത് ചില കൺസിഡറേഷൻസ് കൊണ്ടുവരണം, ജനങ്ങളുടെ തീരുമാനങ്ങൾക്കും വില കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് കോളനികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്റ് നിയമമൊക്കെ കൊണ്ടുവരാം, ടാക്സ് ഒക്കെ ഇമ്പോസ് ചെയ്യാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് അധികാരം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർലമെന്റിൽ ഇവിടെ കോളനികളിൽ നിന്നും ആൾക്കാർക്ക് അംഗത്വം നൽകണം.
ഇവിടെ ഒരു സെൽഫ് ഓട്ടോണമി സ്റ്റാറ്റസ് ആംഗിൾ, സെൽഫ് ഓട്ടോണമി ഇത്തരം കോളനികൾ നൽകണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതെല്ലാമാണ് പിന്നീട് അമേരിക്കൻ റവല്യൂഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം ഇതാണ്. റെപ്രസെന്റേഷൻ ഇല്ലാതെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഞങ്ങൾ ടാക്സ് തരത്തില്ല. ഇതാണ് സ്ലോഗൻ. ഓക്കെ, അപ്പൊ നോക്കുക, അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ലോഗൻ ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി 64ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ട്രീറ്റി ഒഫീഷ്യലി എൻഡഡ് ദി അമേരിക്കൻ റെവല്യൂഷൻ? തന്നിരിക്കുന്ന ട്രീറ്റിയിൽ അമേരിക്കൻ റെവല്യൂഷൻ അവസാനിപ്പിച്ച ട്രീറ്റി ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്, ട്രീറ്റി ഓഫ് പാരീസ് 1783. 1783 ട്രീറ്റി ഓഫ് പാരീസ്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ശ്രദ്ധിക്കുക, ട്രീറ്റി ഓഫ് പാരീസ് എന്ന പേരിൽ വേറൊരു ട്രീറ്റിയും ഉണ്ട്. നമ്മുടെ 7 ഇയേഴ്സ് വാർ 1763 അവസാനിച്ച് 7 ഇയേഴ്സ് വാറിനൊരു ഒരു യുദ്ധമുണ്ട്. അതിന് പല രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്, പല രാജ്യങ്ങളും പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക ഒരു യുദ്ധമായിരുന്നു 7 ഇയേഴ്സ് വാർ. അതിന്റെ എൻഡിങ് ട്രീറ്റിയും 1763 സൈൻ ചെയ്ത എൻഡിങ് ട്രീറ്റിന്റെ പേരും ട്രീറ്റി ഓഫ് പാരീസ് എന്നാണ്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് പലരും 1763 ട്രീറ്റിയെ ഫസ്റ്റ് ട്രീറ്റി ഓഫ് പാരീസ് എന്നും 1783 ട്രീറ്റിയെ സെക്കൻഡ് ട്രീറ്റി ഓഫ് പാരീസ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, രണ്ടും ഒരേ ട്രീറ്റി തന്നെ. ഒരു സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിനങ്ങനെ പേര് കിട്ടുന്നത്. പാരീസിൽ വെച്ച് സൈൻ ചെയ്തുകൊണ്ടാണ് ഇതിനെ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കൻ റെവല്യൂഷൻ ഒഫീഷ്യലി എൻഡ് ചെയ്ത് എവിടെ വെച്ചാൽ പാരീസിൽ വെച്ചാണ്, by the 1783 Treaty of Paris. Okay. So 65th question, 65th question. Which of the following can be considered as reasons behind the French Revolution? French Revolution de reasons ആയിട്ട് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങളാണെന്നാണ് ചോദ്യം. 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. The exploitative and unequal conditions in the French society. The exploitative and unequal conditions in the French society. Worsening economic conditions, the extremely autocratic rule of King Louis XVI. Okay, അപ്പൊ ഫ്രഞ്ച് റെവല്യൂഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഫ്രാൻസിലെ ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പല്ല നമുക്കൊരു 3 ഡിവിഷനായിട്ട് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. 3 എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലർഗീസ് ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് നോർമലി ഭരിക്കാറുള്ളത്. ഈ പുരോഹിത ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. സെക്കൻഡ് എസ്റ്റേറ്റ്സിൽ കൂടുതൽ നോബിൾസ് ആണ് നോർമലി ഉണ്ടാവാറുള്ളത്. ആൻഡ് തേർഡ് എസ്റ്റേറ്റിലാണ് സാധാരണക്കാരായിട്ടുള്ള പീപ്പിൾ അല്ലെ, പോപ്പുലേഷൻ, നോർമൽ ജനറൽ പെസൻസും കർഷകരൊക്കെ വർക്കേഴ്സ് ഒക്കെ ഇരിക്കുന്നത്, പെസൻസ് ഒക്കെ ഇരിക്കുന്നത് തേർഡ് എസ്റ്റേറ്റിലാണ് അല്ലെ. അപ്പൊ ഈ 3 എസ്റ്റേറ്റ് ആയിട്ട് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ചെയ്യും. അതിൽ 97% പോപ്പുലേഷൻ, 97% ഓഫ് പോപ്പുലേഷനും എവിടെ തന്നെയാണ്? 3ാമത്തെ എസ്റ്റേറ്റിലാണ്. ഇവർക്കെതിരായിട്ട് ഒരുപാട് ടാക്സസ് കണ്ടീഷൻസിലൊക്കെ ഒരുപാട് ഡിസ്പാരിറ്റി കാണാൻ പറ്റും. അത് മാക്സിമം ടാക്സും നോർമലി കൊടുക്കേണ്ടിരുന്നത് ഈ പോപ്പുലേഷൻ ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ മാക്സിമം ടാക്സ് കളക്ട് ചെയ്യുന്നത് 3ാമത്തെ എസ്റ്റേറ്റിൽ നിന്നാണ്. അതിനനുസരിച്ചുള്ള സർവീസ് അവർക്ക് കിട്ടുന്നുമില്ല. അപ്പൊ വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള അൺഈക്വൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഫ്രാൻസിൽ നിലനിർത്തുന്നുണ്ടായിരുന്നു. അത് വൺ ഓഫ് ദി റീസൺ തന്നെയാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ വൺ ഓഫ് ദി പ്രൈമറി റീസൺ അത് തന്നെയാണ്, ദ ഫ്യൂഡലിസം ആൻഡ് ദി എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ ഓഫ് ദി ഫ്രഞ്ച് സൊസൈറ്റി. ഇനി 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, വേഴ്സണിങ് എക്കണോമിക് കണ്ടീഷൻസ്. ഈ ലൂയി 16 അന്നത്തെ രാജാവ്. ഓക്കെ, നമ്മുടെ ഫ്രാൻസിലെ രാജാവ് ലൂയി 16 നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഒരു പരിധിക്കപ്പുറം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള റിബൽസിനെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പൊ ഒരു യുദ്ധം നടക്കുമ്പോൾ ഒബ്വിയസ്ലി നഷ്ടങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ ഇതിനു മുമ്പ് 7 ഇയേഴ്സ് വാർ എന്ന് പറഞ്ഞ 7 വർഷം നീളുന്ന യുദ്ധം ഉണ്ടായിരുന്നു. ഈ യുദ്ധങ്ങളെല്ലാം നിരത്തി പിടിച്ച് ലൂയി 16 പങ്കെടുക്കാൻ തുടങ്ങുന്നു. അത് ഇവിടുത്തെ ഫ്രാൻസിന്റെ എക്കണോമിയെ ബാധിക്കുന്നു. ഓക്കെ, പിന്നെ ഓൾറെഡി ടാക്സേഷൻ കാര്യങ്ങൾ ഡിസ്പാരിറ്റി ഉണ്ട്. ഇപ്പൊ ഈ യുദ്ധങ്ങളും കൂടി വന്നപ്പോൾ അത് ഒരുപാട് അങ്ങ് എക്കണോമിക് കണ്ടീഷനെ വേഴ്സൺ ചെയ്യിപ്പിക്കുന്നു. ഫാമിൻ നടക്കുന്നു, ക്ഷാമം, ഓക്കെ, പോവേർട്ടി, ഇതെല്ലാം ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഓക്കെ, അതും ഒരു റീസൺ തന്നെയാണ്. ദ എക്സ്ട്രീംലി ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് കിങ് ലൂയി 16 അതും റീസൺ തന്നെയാണ്. ലൂയി 16 മാത്രമല്ല, പുള്ളിക്ക് ഒരു ഭാര്യയും കൂടി ഉണ്ടായിരുന്നു, മേരി ആന്റോണിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു മേരി ആന്റോണിയറ്റ്. അപ്പൊ ഇതെല്ലാം ഒരു പരിധിക്കപ്പുറം നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷന് കാരണമായിട്ടുണ്ട്. സി ഓൾ ഓഫ് ദി എബോ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 1, 2 and 3. 66ാമത്തെ ക്വസ്റ്റ്യൻ. Storming of Bastille took place in. Okay,
നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റിലെ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റിലെ. ശ്രദ്ധിക്കുക, ഈ ഫാമിൻ ഒക്കെ നടന്ന സമയത്ത് ഞാൻ പറയാം വലിയ ക്ഷാമമൊക്കെ ഉണ്ടായി, ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. മാത്രമല്ല അഗ്രികൾച്ചറിൽ ഈ ഹാർവസ്റ്റ് ഒക്കെ ഭയങ്കര ബാഡ് ഹാർവസ്റ്റ്, അതൊന്നും പെട്ടെന്ന് പ്രത്യേകിച്ച് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഹാർവസ്റ്റിംഗ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം പിന്നീട് കൊണ്ടെത്തിക്കുന്ന ഫാമിനിലും പോവർട്ടിയിലേക്കുമാണ്. അപ്പൊ ഈ അവിടെ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന കുറെ സ്ത്രീകൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ബാസ്റ്റിലെ ഫോർട്ട് അറ്റാക്ക് ചെയ്യാൻ കയറി വന്നു. ബാസ്റ്റിലെ ഫോർട്ട് എന്ന് വെച്ചാൽ ഈ ആയുധങ്ങളും മറ്റൊക്കെ സ്റ്റോർ ചെയ്യുന്ന രാജാവിന്റെ ഒരു രാജാവൊക്കെ നോർമലി ഇരിക്കാറുണ്ടായിരുന്ന ഒരു കോട്ടയാണ്, ഒരു ഫോർട്ടാണ് ഈ ബാസ്റ്റിലെ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ബാസ്റ്റിലെ ഫോർട്ടിലേക്ക് സ്ത്രീകൾ എല്ലാവരും കൂടി മാർച്ച് ചെയ്യുന്നു. അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നു. ഫോർട്ട് ഇവരെല്ലാരും കൂടെ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് ആദ്യം ഒരു എന്താ പറയുക, ഒരു കൊടിയെല്ലാം ഫ്രാൻസിന്റെ ഫസ്റ്റ് ഫ്ലാഗ് ഒക്കെ അവിടെ ഹോയിസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഇവന്റാണ് സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റിലെ എന്ന് പറയുന്നത്. നോക്കുക, ഇത് നടന്നിട്ടുള്ള ഡേ ജൂലൈ 14, 17, 89. ഓക്കെ, ഈ ബാസ്റ്റിലെ ഫോർട്ട് അറ്റാക്ക് നടന്നത് 1789 ജൂലൈ 14 ഈ ഒരു ബാസ്റ്റിലെ ഫോർട്ട് അറ്റാക്ക് നടന്നിരിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെ ഡേറ്റ് വൈസ് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ബാസ്റ്റിലെ ഫോർട്ട് അറ്റാക്ക് ചെയ്യുന്നു, അവിടെ ഉള്ള കമാൻഡർ ഒക്കെ സറണ്ടർ ആവുന്നു, അവർ ഫ്ലാഗ് ഒക്കെ ഹോയിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു ഇവന്റ് ആണ് ഈ ബാസ്റ്റിലെ ഫോർട്ട്. ആൻഡ് ഈ ഡേറ്റ് ഉണ്ടല്ലോ, ഇത് തന്നെയാണ് അമേരിക്കയിലെ ഫ്രാൻസിലെ നാഷണൽ ഫ്രഞ്ച് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ജൂലൈ 14 തന്നെ കേട്ടോ. ജൂലൈ 14, 1789. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ലെഡ് ഫ്രാൻസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ടെറർ? ഫ്രഞ്ച് റവല്യൂഷന് സമയത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. 1793-94 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഫ്രാൻസിലെ കൺട്രോൾ ആരുടെ കൈവശമായിരുന്നു? ഇറ്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് റോബസ്പിയർ. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് ജക്കോബിൻസ്, ഗിറോണ്ടിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില റവല്യൂഷണറി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഗിറോണ്ടിയൻസ് ആയിരുന്നു ശരിക്കും ഏറ്റവും ഈ ഒരു കാലഘട്ടം 1793 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രാൻസിന്റെ ടോട്ടൽ കൺട്രോൾ ഗിറോണ്ടിയൻസ് എന്ന് പറഞ്ഞ കൂട്ടരുടെ കൈവശമായിരുന്നു. ഓക്കെ, അവർ കുറച്ചുകൂടി ഒരു പ്രോ കിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. രാജാവിനെ എക്സിക്യൂട്ട് ചെയ്യരുത്, ലൂയി 16 എക്സിക്യൂട്ട് ചെയ്യരുത്, രാജാവിനെ വെറുതെ വിടണം എന്ന് വരെ ആഹ്വാനം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഗിറോണ്ടിയൻസ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന റെവല്യൂഷണറി ഗ്രൂപ്പാണ് ജക്കോബിൻസ്. കുറച്ച് റെവല്യൂഷണറി ആക്ടിവിറ്റി കൂടുതലുള്ള ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ആ ജക്കോബിൻസ് ഗ്രൂപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡർ ആയിരുന്നു മാക്സിമിലിയൻ റോബസ്പിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രാജാവിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന 1793 രാജാവിനെ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം ഈ റോബസ്പിയർ എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ കൺട്രോൾ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ 93-94 കാലഘട്ടങ്ങളിൽ റോബസ്പിയറിന്റെ അണ്ടറിലായിരുന്നു ഫ്രാൻസ് ഉണ്ടായിരുന്നത്. റോബസ്പിയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, റോബസ്പിയർ ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് മാറി, ഫ്രാൻസിൽ ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് മാറി. റോബസ്പിയറിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ജക്കോബിൻസ് കംപ്ലീറ്റ് കൺട്രോളും അങ്ങ് ഏറ്റെടുത്തു. പക്ഷെ 94 ഈ റോബസ്പിയറിനെ അസാസിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പുള്ളിയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം പുള്ളി ഒരു ഡിക്റ്റേറ്റർ ആയിട്ട് മാറുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളിനെ എന്ത് ചെയ്തു? വധിച്ചു. അപ്പൊ നോക്കുക, റെയിൻ ഓഫ് ടെറർ കാലഘട്ടത്തിൽ റോബസ്പിയറിന്റെ കൺട്രോൾ ആയിരുന്നു ഫ്രാൻസ്. നോട്ട് ചെയ്ത് വയ്ക്കുക. 69ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ബിക്കെയിം ദി എംപറർ ഓഫ് ഫ്രാൻസ് ആഫ്റ്റർ സീസിംഗ് പവർ ഇൻ കൂപ്പ് ഡിയേറ്റാ? ഓക്കെ, അതായത് ഒരു കൂപ്പിന് ശേഷം ഫ്രാൻസിന്റെ എംപറർ ആയിട്ടുണ്ടായ വ്യക്തി ആരാന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓപ്ഷൻ സി, ഇറ്റ് ഇസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ശ്രദ്ധിക്കുക, ഞാൻ കുറച്ചു മുമ്പ് റോബസ്പിയറിന്റെ കാലഘട്ടം പറഞ്ഞായിരുന്നു അല്ലെ, 93-94 കാലഘട്ടങ്ങളിൽ ദ റെയിൻ ഓഫ് ടെറർ എന്ന കാലഘട്ടം ഭരിച്ചിരുന്ന വ്യക്തിയാണ് റോബസ്പിയർ. പക്ഷെ 94 റോബസ്പിയറിനെ എക്സിക്യൂട്ട് ചെയ്തു. 94 റോബസ്പിയർ മരിച്ചതോടുകൂടി പിന്നീട് 95-99 കാലഘട്ടങ്ങൾ 1795 അപ് ടു 99 വരെ നമ്മുടെ ഫ്രാൻസ് ഭരിക്കുന്നത് ഒരു പുതിയൊരു ഗവൺമെന്റ് ആണ്. ഓക്കെ, ആ പുതിയ ഗവൺമെന്റിനെ നമ്മൾ ഡയറക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂ ഗവൺമെന്റ്. ഓക്കെ, ഡയറക്ടറി. ഓക്കെ, 2 അസംബ്ലികളും 5 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അടങ്ങുന്ന ഒരു ഗവൺമെന്റ്, അതാണ് ഡയറക്ടറി എന്ന് പറയുന്നത്. അവരാണ് പിന്നെ ഭരിക്കുന്നത്. അപ്പോ ഈ ഡയറക്ടറിയുടെ ഭരണം 95 മുതൽ 99 വരെയാണ്. അന്ന് ഈ ഡയറക്ടറിയുടെ അണ്ടറിൽ ഒരു മിലിറ്ററി കമാൻഡറായിട്ട് നിന്ന വ്യക്തിയായിരുന്നു നെപ്പോളിയൻ. നെപ്പോളിയൻ ആണ് ഡയറക്ടറിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ചുമതലകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡയറക്ടറിയുടെ റൂൾ ചെയ്യുന്നു, നെപ്പോളിയൻ എന്ത് ചെയ്യണം? അവരെ പ്രൊട്ടക്ട് ചെയ്യണം, പുറത്തുപോയി എന്തെങ്കിലും എക്സ്പെഡിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടക്ട് ചെയ്യണം. അതൊക്കെ നെപ്പോളിയന്റെ ജോലിയായിരുന്നു. നെപ്പോളിയൻ വാസ് ദി കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ നെപ്പോളിയൻ ഈ സമയത്ത് നമ്മുടെ ഈജിപ്തിലും നമ്മുടെ ആഫ്രിക്കൻ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് എക്സ്പെഡിഷൻ ഒക്കെ കണ്ടക്ട് ചെയ്തു.
പലതിലും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെഡിഷൻ ഒന്നും ആയിട്ടില്ലെങ്കിൽ കൂടി പുള്ളിക്ക് ഫ്രാൻസിൽ നല്ല പേരുണ്ടാവും. ഓക്കെ, നെപ്പോളിയൻ അവിടെ എക്സ്പെഡിഷൻ നടത്തുന്നു, ഭയങ്കര കഴിവുള്ള ആളാണ് എന്നൊരു ചർച്ച ജനങ്ങൾക്കിടയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സമയങ്ങളിൽ ഡയറക്ടറി ആണെങ്കിലോ, ഡയറക്ടറിക്ക് പഴയ ഭരണം മെച്ചപ്പെട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുമില്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ 99 ഈ നെപ്പോളിയൻ എക്സ്പെഡിഷന് പോയിരുന്ന നെപ്പോളിയൻ തിരിച്ചു വന്നിട്ട് 1799 ടാക്ടിക്കലി ഒരു കൂപ്പ് നടത്തി അധികാരം പിടിച്ചെടുത്തു. ഓക്കെ, അപ്പൊ ആ ഒരു കൂപ്പ് 1899 നടക്കുന്നത്. അങ്ങനെ നെപ്പോളിയൻ ചെയ്തു ഫ്രാൻസിന്റെ അധികാരിയായിട്ട് മാറി. പക്ഷെ അവിടെ ഒരു എംപറർ സ്റ്റാറ്റസ് ഒന്നും നെപ്പോളിയന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന നിലയിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭരണാധികാരിയായിട്ടായിരുന്നു നെപ്പോളിയൻ വന്നത്. പിന്നീട് നെപ്പോളിയൻ 1803 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒരു എംപറർ എന്ന പദവിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ കൂപ്പ് വഴി അധികാരം പിടിച്ചെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ആണ്. ഒരു എംപറർ സ്ഥാനത്തേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ 1803 ഓക്കെ, പിന്നെ പുള്ളി അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അവിടെ മെയിൻറ്റെയിൻ ചെയ്തു. ഓക്കെ, സോ അതാണ് 69ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് ഓപ്ഷൻ സി, നെപ്പോളിയൻ ബോണപ്പാർട്ട്. 70. Which famous document proclaimed the ideals of liberty, equality and fraternity during revolution? Okay, liberty, equality, fraternity ideals proclaim ചെയ്ത ഡോക്യുമെന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ. ശ്രദ്ധിക്കുക, നമ്മുടെ ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ ബാസ്റ്റലെ ഫോർട്ട് അറ്റാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഈ ബാസ്റ്റലെ ഫോർട്ട് അറ്റാക്കിന് ശേഷം ഈ പ്രക്ഷോഭം ഒരു പരിധിക്കപ്പുറം അങ്ങ് എക്സ്പാൻഡ് ആവുന്നുണ്ട്. ബാസ്റ്റലെ ഫോർട്ട് അറ്റാക്കിന്റെ തുടക്കം കുറിച്ചത് സ്ത്രീകളാണെങ്കിലും പിന്നെ പല പുരുഷന്മാരും എല്ലാം ഈ ഒരു ഫോർട്ട് അറ്റാക്കിന്റെ പങ്കാളികളാവുന്നുണ്ട്. പിന്നീട് ആ റവല്യൂഷൻ ഒരു പരിധിക്ക് അപ്പുറം കൂടുന്നു. അപ്പൊ അന്ന് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന നോബിൾസ്, ക്ലർഗീസ് അവരെല്ലാം പെട്ടുപോയി. കാരണം അവർക്കെതിരായിട്ടാണ് ഈ റവല്യൂഷൻ എല്ലാം നടക്കുന്നത്. അപ്പൊ ഈ നോബിൾസ് ഒക്കെ എന്ത് ചെയ്തു, അവരുടെ കൈവശം അവർ വെച്ചിരുന്ന സ്വത്തുക്കളെല്ലാം അങ്ങ് തിരിച്ചെഴുതി കൊടുത്തു. അപ്പൊ അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ എന്ന് പറഞ്ഞത്. ഈ റവല്യൂഷൻ ലീഡ് ചെയ്ത കുറെ ആൾക്കാർ ചേർന്ന് 1789 ഓഗസ്റ്റ് 26 ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നോക്ക്, ഇതൊക്കെ ബാസ്റ്റലെ ഫോർട്ടിന് ശേഷമാണ്. ബാസ്റ്റലെ ഫോർട്ട് അറ്റാക്ക് നടക്കുന്ന എപ്പോഴാ? ജൂലൈ 14 ഓഗസ്റ്റ് 26 ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 17 ആർട്ടിക്കിൾസും ഒരു പ്രിയാമ്പിളും അടങ്ങുന്നതായിരുന്നു ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് സിറ്റിസൺ എന്ന് പറഞ്ഞത്. ഇതിൽ ആദ്യത്തെ ആർട്ടിക്കിൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ അടങ്ങുന്ന ആർട്ടിക്കിൾ ആണ് ദി ഫസ്റ്റ് ആർട്ടിക്കിൾ, ഈ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് ഓഫ് സിറ്റിസണിലെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു. ഓക്കെ, നൗ 71ാമത്തെ ചോദ്യം, വാട്ട് ഇവന്റ് അൾട്ടിമേറ്റ്ലി എൻഡഡ് ദ റെയിൻ ഓഫ് ടെറർ? റെയിൻ ഓഫ് ടെറർ അൾട്ടിമേറ്റ്ലി അവസാനിപ്പിച്ച ഇവന്റ് ഏതാണെന്നാണ് ചോദ്യം. ഞാൻ കുറച്ചു മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അസാസിനേഷൻ ഓഫ് റോബസ്പിയർ. 1794 റെയിൻ ഓഫ് ടെറർ അവസാനിക്കുന്നത്. റോബസ്പിയറിന്റെ മരണത്തോടു കൂടി അത് അവസാനിച്ചു. 95 പുതിയൊരു ഡയറക്ടറി എന്ന് പറഞ്ഞ പുതിയൊരു ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്തു. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ 72nd question, which of the following statements is or the consequence of opium war? ഓപ്പിയം വാറിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ഏതാണെന്നാണ് ചോദ്യം. Opium war was fought between China and America. Chinese Qing dynasty was completely annexed by the victor nation. Okay, ഓപ്പിയം വാറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കറിയാം ഓപ്പിയം വാർ ചൈനയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് അല്ലെ. 1839-42 കാലഘട്ടങ്ങളിൽ ദ ഫസ്റ്റ് ഓപ്പിയം വാർ, സെക്കൻഡ് ഓപ്പിയം വാർ 1856-60 കാലഘട്ടങ്ങളിലാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ഓപ്പിയം വാർസ് ആണ്. ശരിക്കും ഓപ്പിയം വാർ നടക്കുന്ന ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാ? ചൈന ഉണ്ടെന്നറിയാം, ചൈനയും ബ്രിട്ടനുമാണ് പ്രധാനപ്പെട്ട യുദ്ധത്തില് പങ്കെടുത്തിട്ടുള്ള ആൾക്കാര്. പക്ഷേ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഫ്രാൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഫ്രാൻസും ഉണ്ട്, ബ്രിട്ടനും ഉണ്ട്. ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ അഗെയിൻസ്റ്റ് ചൈന. മെയിൻലി ബ്രിട്ടൻ വേഴ്സസ് ചൈനയാണ്. അതിൽ ഫ്രാൻസിന്റെ ഒരു ഇടപെടലും നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഓപ്പിയം വാറിൽ കാണാൻ പറ്റും. സോ അമേരിക്കയും ചൈനയും അല്ല. The Chinese Qing dynasty was completely annexed by the victor nation. അല്ല, ചൈന കംപ്ലീറ്റ്ലി അനക്സ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. ചൈന അനക്സ് ചെയ്യേണ്ട ഒരു ആവശ്യം ബ്രിട്ടൻ ഉണ്ടായിട്ടില്ല. കാരണം ബ്രിട്ടന് ഓൾറെഡി നമ്മുടെ ഏഷ്യൻ ഭാഗത്ത് കോളനികൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു കോളനി, വലിയ ചൈന കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചെടുക്കാനും ബ്രിട്ടന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അനക്സേഷൻ എന്നൊരു പരിപാടിയിലേക്ക് പോയില്ല.
പകരം ചൈനയുടെ ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബ്രിട്ടൻ ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി അനക്സ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വാസ് റോങ്, തെറ്റാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ ഡി, നീദർ 1 or 2. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ വാസ് ദി ആർക്കിടെക്ട് ഓഫ് ഓപ്പൺ ഡോർ പോളിസി? ഓപ്പൺ ഡോർ പോളിസിയിലെ പ്രധാനപ്പെട്ട ആർക്കിടെക്ട് ആണ്. ഓപ്പൺ ഡോർ പോളിസി ചൈനയുമായി ബന്ധപ്പെട്ട പോളിസിയാണ്. ക്വസ്റ്റിനകത്ത് അങ്ങനെ കുറച്ച് സ്പെസിഫൈ ചെയ്യണമായിരുന്നു, കുഴപ്പമില്ല. ഓപ്പൺ ഡോർ പോളിസി ഇൻ ചൈന. ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വർഷങ്ങളായിട്ട് അത് നമ്മൾ കണ്ടതാണ്. ഓപ്പിയം വാറിന്റെ സമയങ്ങളെല്ലാം തന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയ്ക്കെതിരായിട്ട് യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ യുദ്ധങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അനക്സേഷൻ അല്ല, പകരം ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കൺട്രോൾ ചൈനയുടെ മേലിൽ ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചില സമയങ്ങളിൽ ഈ ഒരു ഓപ്പിയം വാറൊക്കെ ശേഷം ബ്രിട്ടൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് പിടിച്ചെടുത്താൽ കൊള്ളാമെന്ന്. പക്ഷെ വലിയൊരു കോളനി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ബ്രിട്ടൻ പിടിച്ചെടുക്കാത്തത്. നേരെ മറിച്ച് ഫ്രാൻസിനും റഷ്യയ്ക്കും ചൈനയുടെ അനക്സേഷനോട് കുറച്ചൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ചൈനയെ അനക്സ് ചെയ്താൽ കൊള്ളാമെന്ന് റഷ്യയ്ക്കും ഫ്രാൻസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമേരിക്ക ഇടപെടുന്നത്. ഓക്കെ, അപ്പൊ അമേരിക്കയ്ക്ക് ഈ ഒരു ഐഡിയ അറിയാം, ഫ്രാൻസും റഷ്യയും ചൈനയെ അനക്സ് ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ്, അങ്ങനെ ചൈനയെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഈ ഒരു കോണ്ടെക്സ്റ്റ് ഇടപെട്ടു. അമേരിക്ക പറഞ്ഞു, ആരും ചൈനയെ അനക്സ് ചെയ്യണ്ട, പകരം എല്ലാവർക്കും ചൈനയിൽ കച്ചവടം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പോളിസി നമുക്ക് മുന്നോട്ട് വെക്കാം. ഓക്കെ, എല്ലാവർക്കും ട്രേഡ് അല്ലേ വേണ്ടത്, എല്ലാവർക്കും കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ ചൈനയിൽ. അപ്പൊ ചൈന അനക്സ് ചെയ്യണ്ട, എല്ലാവർക്കും ചൈനയിൽ ട്രേഡ് നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പോളിസി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അമേരിക്ക ഒരു പോളിസി മുന്നോട്ട് വെച്ചു. ഈ പോളിസിയാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. 1899 ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത്. അന്ന് ആ പോളിസി മുന്നോട്ട് വെച്ചത് ചീഫ് ആർക്കിടെക്ട് ഓഫ് ദിസ് പോളിസി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ജോൺ ഹേ എന്ന് പറയുന്ന ഒരാളാണ്. ഓക്കെ, ജോൺ ഹേ ആണ് ഈ ഒരു ഓപ്പൺ ഡോർ പോളിസിയുടെ പ്രധാനപ്പെട്ടത് ചീഫ് ആർക്കിടെക്ട് ഓഫ് ദിസ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയും. അത് അമേരിക്കൻ പേഴ്സണൽ ആണ് പുള്ളി. അപ്പൊ അമേരിക്കയായിട്ട് മുന്നോട്ട് വെച്ച പോളിസിയും കൂടിയാണ് ഓപ്പൺ ഡോർ പോളിസി. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 74ാമത്തെ ചോദ്യം, ഹു വാസ് ദി ലീഡർ ഓഫ് ചൈനീസ് റെവല്യൂഷൻ? നോക്കുക, ഇവിടെയും 1911 ചൈനീസ് റെവല്യൂഷൻ എടുത്ത് പറയേണ്ടി വരും. കാരണം 1949 ഒരു റെവല്യൂഷൻ ഉണ്ട്, പക്ഷേ ആ റെവല്യൂഷൻ അത് റെവല്യൂഷനായിട്ട് ആംഗിൾ അല്ലല്ലോ പറയാറ്. അതുകൊണ്ടാണ് 1911 ചൈനീസ് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ലീഡർ ആരാണ്? ചിയാങ് കായ്ഷെക്, സൻ യാറ്റ്-സെൻ, ചൗ എൻലായ് ആൻഡ് ചീൻ മഞ്ജു. ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, സൻ യാറ്റ്-സെൻ. ഓക്കെ, 1911 ചൈനീസ് റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ലീഡർ വാസ് സൻ യാറ്റ്-സെൻ. 75ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ കറക്റ്റ്? The Boxer Rebellion was a violent anti-foreign and anti-Christian uprising that further destabilized the Qing dynasty. The Eight Nation Alliance brutally suppressed the Boxer Rebellion, humiliating China. So, first statement നോക്കിയേ, the Boxer Rebellion was a violent anti-foreign and anti-Christian uprising. ശരിയാണ്. It was against the Qing dynasty. അതും ശരിയാണ്. നോക്കുക, ഈ ബോക്സർ റെബലിയൻ എന്ന് പറയുന്നത് 1899, 1900 കാലഘട്ടങ്ങളിൽ, 1900 കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെബലിയൻ, ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു റെബലിയൻ ആണ് ബോക്സർ റെബലിയൻ. ഇതിന് ഒരുപാട് മൾട്ടിപ്പിൾ റീസൺസ് പറയുന്നുണ്ട്. നമ്മൾ ഓപ്പിയം വാർ ഒരു റീസൺ ആണ്, ഈ പറഞ്ഞ ഓപ്പൺ ഡോർ പോളിസി ഒരു റീസൺ ആണ്, ഒരുപാട് റീസൺസ് ഉണ്ട് ഈ ബോക്സർ റെബലിയന്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന റീസൺ ഈസ് ദി റിലീജിയസ് കോണ്ടെക്സ്റ്റ്. അതായത് ഈ ഓപ്പൺ ഡോർ പോളിസിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടതാണ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ ചൈനയുടെ മേലിൽ ഒരു ടോട്ടാലിറ്റേറിയൻ കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ട്രേഡുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇങ്ങനെ കൺട്രോൾ കൊണ്ടുവരുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയനും ഈ ചൈനയിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന യുണൈറ്റഡ് ഓഫ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന ബോക്സേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് അന്നത്തെ ഈ പറഞ്ഞ ആന്റി ഫോറിൻ, ആന്റി ക്രിസ്ത്യൻ അപ്രൈസിംഗ് സ്റ്റാർട്ടിങ് കുറിച്ചു. ഇതാണ് ഈ ബോക്സർ റെബലിയൻ എന്ന് പറഞ്ഞത്. 8 രാജ്യങ്ങളാണ് അന്ന് ചൈനയ്ക്കെതിരായിട്ട് ഈ ഒരു ബോക്സർ റെബലിയനിൽ ലീഡ് ചെയ്യപ്പെട്ടത്. 8 നേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓസ്ട്രിയ ഹംഗാരി ഉണ്ടായിരുന്നു, ഫ്രാൻസ് ഉണ്ടായിരുന്നു, ജർമ്മനി ഉണ്ടായിരുന്നു, റഷ്യ ഉണ്ടായിരുന്നു, ഇറ്റലി, അതുപോലെ ജപ്പാൻ, അതുപോലെ ബ്രിട്ടൻ, ഓക്കെ, തുടങ്ങിയ 8 രാജ്യങ്ങളുടെ
ഒരു അലയൻസ് ആണ് ഈ ബോക്സർ റെബലിയനിൽ. അന്നത്തെ ഈ ബോക്സേഴ്സിനെതിരായിട്ട് നിന്ന് 8 നേഷൻസ് ആണ് ഈ പറഞ്ഞ ഓസ്ട്രിയ, ഹംഗറി, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, ഇറ്റലി, ജപ്പാൻ, ബ്രിട്ടൻ, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക ഉണ്ട്, ഓക്കെ, US ഉണ്ട്. അങ്ങനെ 8 രാജ്യങ്ങൾ. അപ്പൊ ഈ 8 രാജ്യങ്ങളും ഈ ബോക്സർ റെബലിയനിൽ ഈ ബോക്സേഴ്സിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കിങ് ഡൈനാസ്റ്റിയൊക്കെ മാക്സിമം സപ്രസ് ചെയ്ത് ചൈനയെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ചൈനയെ അനക്സ് ചെയ്തിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തു, അവരെ കംപ്ലീറ്റ്ലി ഹ്യൂമിലേറ്റ് ചെയ്തു, സപ്രസ് ചെയ്ത് ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി, ബോത്ത് 1 and 2. ആൻസർ കീ കൊടുത്തിട്ടില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്, ബോത്ത് 1 and 2. *76th question. How many of the following statements is or are correct? The Kuomintang was a nationalist party that advocated for the establishment of a republic in China. The Chinese Communist Party was founded in 1921, initially collaborating with the KMT in a united front. The May 4th movement was a students-led protest as response to the Treaty of Versailles. അപ്പോൾ ഇതിൽ എത്ര സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണെന്നാണ് ചോദ്യം. ഓൺലി 1 സ്റ്റേറ്റ്മെന്റ്, ഓൺലി 2 സ്റ്റേറ്റ്മെന്റ്, ഓൾ 3 സ്റ്റേറ്റ്മെന്റ് നൺ. നോക്കുക, ഈ കുമിങ്ടൺ പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി തന്നെയായിരുന്നു. നമ്മുടെ സൺ യാറ്റ് സെന്റെ നേതൃത്വത്തിൽ 1911-12 കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കുമിങ്ടൺ പാർട്ടി എന്ന് പറഞ്ഞത്. 1912 ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പാർട്ടിയാണ്. സൺ യാറ്റ് സെൻ ആയിരുന്നു പ്രധാനപ്പെട്ട ലീഡർ. ഓക്കെ, സോ അതൊരു നാഷണലിസ്റ്റ് പാർട്ടി ആയിരുന്നു. ഇറ്റ് അഡ്വക്കേറ്റഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ റിപ്പബ്ലിക്. അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന കിങ് ഡൈനാസ്റ്റിക് അഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ആദ്യം ഈ കുമിങ്ടൺ പാർട്ടി വരുന്നത്. കിങ് ഡൈനാസ്റ്റിക് രാജാക്കന്മാരൊക്കെ എതിർത്തുകൊണ്ട് ചൈനയെ റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു കുമിങ്ടൺ പാർട്ടിയുടെ ആദ്യത്തെ ലക്ഷ്യം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫൗണ്ടഡ് ഇൻ 1921, ഇനിഷ്യലി കൊളാബറേറ്റിംഗ് വിത്ത് KMT യുണൈറ്റഡ് ഫ്രണ്ട്. അതും ശരിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫൗണ്ട് ചെയ്തത് 1921 തന്നെയാണ്. അപ്പൊ ഇനിഷ്യലി ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോ അന്നത്തെ നിലവിലെ കുമിങ്ടൺ പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടി ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത്. പിന്നീട് ഇവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീട് കുമിങ്ടൺ പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് 1949 കാലഘട്ടങ്ങളിൽ. ഓക്കെ, അപ്പോ ഇത് ശരിയാണ്. ദി May 4th മൂവ്മെന്റ് വാസ് എ സ്റ്റുഡൻസ് ലെഡ് പ്രൊട്ടസ്റ്റ് ആസ് റെസ്പോൺസ് ടു ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. അതെ, ഇതും ഒരു ശരിയാണ്. കാരണം നമുക്കറിയാം ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് നടക്കുന്ന 1919-ലാണ്. ഈ May 4th മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് റീസൺസ് ഉണ്ട്. കൾച്ചറൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാറിന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ അല്ല, ഫസ്റ്റ് വേൾഡ് വാറിന്റെ കോണ്ടെക്സ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ അവസാനിച്ച എൻഡിങ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, അത് 1919-ലല്ലേ സൈൻ ചെയ്ത്. അപ്പൊ ആ ട്രീറ്റി ഓഫ് വേഴ്സൈൽസും May 4th മൂവ്മെന്റ് ഒരു കാരണമാണ്. ഇത് സ്റ്റുഡന്റ് ലെഡ് പ്രൊട്ടസ്റ്റ് തന്നെയാണ്. അന്ന് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് പ്രകാരം നമ്മുടെ ചൈനയിൽ ഉണ്ടായിരുന്ന ചില ഭാഗങ്ങൾ, ഷാഡോങ് എന്നൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങൾ ജപ്പാൻ സീഡ് ചെയ്ത് കൊടുക്കാൻ ട്രീറ്റി ഓഫ് വേഴ്സൈൽസിനകത്ത് ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, അന്ന് ഈ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അലൈഡ് ഗ്രൂപ്പിനോട് ചേർന്നിട്ടാണ് ചൈന യുദ്ധം ചെയ്യുന്നത്. അത് ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടൊപ്പമായിരുന്നു ചൈനയും ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും സപ്പോർട്ട് കൊടുത്തിട്ടും ഈ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് പ്രകാരം ചൈനയ്ക്ക് എന്താ കിട്ടിയേ? ചൈനയ്ക്കൊന്നും കിട്ടിയില്ല. പകരം ചൈനയുടെ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ഷാഡോങ് എന്ന് പറഞ്ഞ ചില ഏരിയാസ് ജപ്പാന് സീഡ് ചെയ്ത് കൊടുക്കാനും നിർദ്ദേശം ഉണ്ടായി. അപ്പൊ അതാണ് ഈ പ്രൊട്ടസ്റ്റിന് ഒരു വൺ ഓഫ് ദി റീസൺ ആയിട്ട് പറയുന്നത്. May 4th മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1919-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ്, ഇൻ പ്രൊട്ടസ്റ്റ് ഓഫ് ദി റെസ്പോൺസ് ടു ദി ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. അപ്പൊ അതും എന്താണ്? ശരിയാണ്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ഓൾ 3 സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. 77th question. The Long March was a grueling journey undertaken by which group? ലോങ് മാർച്ച്. ഈ ലോങ് മാർച്ച് നമ്മുടെ ചൈനീസ് സിവിൽ വാറുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ഇവന്റ് ആണ്. നമ്മുടെ സിവിൽ വാർ നടക്കുന്ന സമയത്ത് 34-35 കാലഘട്ടങ്ങളിൽ സിവിൽ വാർ നടന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മാവോ സേ തുങ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ലോങ് എക്സ്പെഡിഷൻ ഓർ ദ ലോങ് മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നു. വളരെ ട്രെച്ചറസ് ആയിട്ടുള്ള ടെറൈൻസിലൂടെ, അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈൻസിലൂടെ ഏകദേശം 80,000 പേര്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട 80,000 പേര് മാർച്ച് നടത്തി, ഒരു എക്സ്പെഡിഷൻ നടത്തി എന്നാ പറയാം. പക്ഷെ പിന്നീട് ആ ടെറൈൻ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ലാസ്റ്റ് എൻഡ് ചെയ്തപ്പോൾ 8,000 പേരെ ജീവിച്ചിരുന്നുള്ളൂ. ആ ലെവൽ ഓഫ്
ഒരു മാർച്ചായിരുന്നു, ലോങ് മാർച്ച്. അപ്പൊ അത് ലീഡ് ചെയ്തത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മാവോ സെ തുങ് ആണ് അതിന്റെ ഒരു നേതൃത്വം വെച്ച അണ്ടർ ലീഡർഷിപ്പ് ഓഫ് മാവോ സെ തുങ് ആണ് ഈ ലോങ് മാർച്ച് എന്ന് കണ്ടക്ട് ചെയ്തത്. ഇന്നും ചൈനയുടെ ഹിസ്റ്ററിയിൽ വളരെയധികം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൈഡ് മൊമെന്റ് ആയിട്ടാണ്, ഒരു പ്രൈഡ് ഇവന്റ് ആയിട്ടാണ് ഈ ലോങ് മാർച്ചിനെ കണക്കാക്കപ്പെടുന്നത്. 34-35 സമയത്താണ്, ഡ്യൂറിംഗ് ദിസ് ചൈനീസ് സിവിൽ വാർ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഓപ്ഷൻ ബി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. What event in 1927 marked a turning point in the Chinese Revolution, leading to a split between the nationalist and the communist? നാഷണലിസ്റ്റുകൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാവാൻ കാരണമായ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് വിച്ച് ഹാപ്പൻഡ് ഇൻ 1927 ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഷാങ്ഹായ് മസാക്കർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഈ ഞാൻ കുറച്ചു മുന്നേ നിങ്ങളോട് പറഞ്ഞു 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്ത സമയത്ത് ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിട്ടാണ് ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടത്, അല്ലെ, വിത്ത് ദ സപ്പോർട്ട് ഓഫ് കുമിങ്ടോൺ പാർട്ടി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ചെറിയൊരു പ്രശ്നം വരാൻ തുടങ്ങി. നമ്മൾ ഈ കുമിങ്ടോൺ പാർട്ടി ഒരു നാഷണലിസ്റ്റ് പാർട്ടിയാണെന്നല്ലോ പറയുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് പാർട്ടികൾക്ക് തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. ഓക്കെ, കുമിങ്ടൺ പാർട്ടിയും അതുപോലെ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ കമ്മ്യൂണിസ്റ്റുകളും നാഷണലിസ്റ്റും തമ്മിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി. അതെന്താന്ന് വെച്ചാൽ അന്നത്തെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാരെ ഈ നാഷണലിസ്റ്റ് പാർട്ടിയിലെ ആൾക്കാർ സപ്രസ് ചെയ്തു എന്നാ പറഞ്ഞത്. കുറെ പേരെ കൊന്നെടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. ഇത് നടക്കുന്നത് 1927 1927 ശരിക്കും 1927 ഈ ഒരു ഇവന്റോട് കൂടിയാണ് ചൈനയിലെ സിവിൽ വാറിന്റെ സ്റ്റാർട്ടിങ് നടക്കുന്നത്. ചൈനീസ് സിവിൽ വാർ ഇല്ലേ, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞേ, ആ സിവിൽ വാറിന്റെ സ്റ്റാർട്ടിങ് നടക്കുന്നത് 1927 ഈ ഷാങ്ഹായ് മസാക്കറിന് ശേഷമാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. Which of the above statements is or are correct regarding February Revolution? ഓക്കെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഫെബ്രുവരി റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, റഷ്യൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഫെബ്രുവരി റെവല്യൂഷൻ. റഷ്യൻ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം 1917 അല്ലെ, ഈ ഒരു ഫെബ്രുവരി റെവല്യൂഷൻ, ഒക്ടോബർ റെവല്യൂഷൻ ഒക്കെ നടക്കുന്നത്. അപ്പൊ നോക്കാം, സ്റ്റേറ്റ്മെന്റ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദി റെവല്യൂഷൻ the revolutionaries overthrew Russian emperor. After the revolution, a provisional government was formed under Mensheviks. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നോക്കാം, 1917 ഫെബ്രുവരിയിൽ അല്ല നടക്കുന്നത്, ശരിക്കും മാർച്ചിലാണ്. പക്ഷെ ഈ കലണ്ടറിലെ വ്യത്യാസം കാരണമാണ് നമ്മൾ അതിന് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നത്. മാർച്ചിലാണ് ശരിക്കും, ഇന്നത്തെ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് മാർച്ചിലാണ്. അപ്പൊ ഈ ഇവന്റ് ആക്ച്വലി എന്താ സംഭവിച്ചത്? അന്നത്തെ റഷ്യയിൽ ഉണ്ടായിരുന്ന റെവല്യൂഷണറീസ്, ഈ ബോൾഷെവിക്സ്, മെൻഷെവിക്സ് എന്ന് പറഞ്ഞ ചില റെവല്യൂഷണറീസിന് എന്താ പറയുക, ആ ഒരു ആംഗിളിലേക്ക് വളരാൻ കാരണക്കാരായിട്ടുള്ള റെവല്യൂഷണറീസ് അവരെന്ത് ചെയ്തു, ഈ ഫെബ്രുവരി റെവല്യൂഷൻ കണ്ടക്ട് ചെയ്തു, വിച്ച് റിസൾട്ടഡ് ഇൻ ദി ഓവർത്രൂ ഓഫ് റഷ്യൻ എംപറർ. അന്നത്തെ സാർ നിക്കോളാസ് രണ്ടാമന്റെ അദ്ദേഹത്തിന് അധികാരം പോകാൻ കാരണമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെവല്യൂഷനാണ് ഫെബ്രുവരി റെവല്യൂഷൻ. ഓക്കെ, അന്നത്തെ സാർ നിക്കോളാസ് രണ്ടാമൻ ത്രോൺ എന്ത് ചെയ്തു, അബ്ഡിഗേറ്റ് ചെയ്തു. സോ അത് കറക്റ്റ് ആണ്. ആഫ്റ്റർ ദ റെവല്യൂഷൻ എ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് വാസ് ഫോംഡ് അണ്ടർ മെൻഷെവിക്സ്, അതും ശരിയാണ്. അന്ന് ഈ റെവല്യൂഷൻ ശേഷം, ഫെബ്രുവരി റെവല്യൂഷൻ ശേഷം ഒരു കൊയിലേഷൻ ആവും, ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്, കൊയിലേഷൻ ഗവൺമെന്റ് ആണ് ശരിക്കും, ഒരു പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തു. ദ മേജർ പാർട്ടീസ് വേർ മെൻഷെവിക്സ്. അതിനകത്ത് ബോൾഷെവിക്സിന്റെ അംഗങ്ങളും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞ ഒരു കൊയിലേഷൻ ഗവൺമെന്റ് ആണ് അന്ന് രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഈ മെൻഷെവിക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരല്ല, ബോൾഷെവിക്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് റാഡിക്കൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. പിന്നീട് നിങ്ങൾ കേൾക്കും ഒക്ടോബർ റെവല്യൂഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒക്ടോബർ റെവല്യൂഷൻ പിന്നീട് ഉണ്ടാവുന്നത് മെൻഷെവിക്സും ബോൾഷെവിക്സിനും ഇടയിൽ നടന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കോസാണ്. ഓക്കെ, അപ്പൊ അതുവരെ, അങ്ങനെ ഒക്ടോബർ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ശരിക്കും മെൻഷെവിക്സ് ആയിരുന്നു ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിൽ മേജർ പാർട്ടി ആയിട്ട് അന്ന് റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൊയിലേഷൻ ആണെങ്കിലും ഇറ്റ് വാസ് എ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് സെറ്റപ്പ് മെയിൻലി അണ്ടർ ദിസ് മെൻഷെവിക്സ്. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സോ ഓപ്ഷൻ സി, ബോത്ത് 1 and 2. സോ 80ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സൺ ഇസ് നോൺ ആസ് ദി പ്രോഫിറ്റ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ? റഷ്യൻ റെവല്യൂഷന്റെ പ്രോഫിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഇതിൽ ആരാണ്? ഓക്കെ, ആരെയാണ്? മാക്സിം ഗോർക്കി, ലെനിൻ, സെർജി ഐൻസ്റ്റീൻ ആൻഡ് ലിയോ ടോൾസ്റ്റോയ്. ആൻസർ ഓപ്ഷൻ ഡി, ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ് പിന്നീട് റഷ്യൻ റെവല്യൂഷനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പ്രോഫിറ്റ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ എന്ന്
പറയപ്പെടുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ലിയോ ടോൾസ്റ്റോയ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ദ ഇമ്പാക്ട്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ റവല്യൂഷന്റെ ഇമ്പാക്ട് ഇതിലെ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഫോർമേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ, സ്പ്രെഡ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് അക്രോസ് ദി വേൾഡ്, റഷ്യൻ വിഡ്രോവൽ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. ഇമ്പാക്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഇപ്പൊ നോക്കാം, സോവിയറ്റ് യൂണിയൻ, USSR എന്ന പേരില്, സോവിയറ്റ് യൂണിയൻ എന്ന പേരില് റഷ്യയുടെ ഒരു പുതിയൊരു രാജ്യം സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു റവല്യൂഷൻ തന്നെയാണ് റഷ്യൻ റവല്യൂഷൻ. ഓൾറെഡി എന്താ മൊണാർക്കിയൽ റൂൾ എല്ലാം എടുത്തു കളഞ്ഞ് ബോൾഷെവിക്സിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസം ബേസ് ചെയ്തുകൊണ്ട് ഒരു സോവിയറ്റ് യൂണിയൻ രാജ്യം രൂപം കൊണ്ടാൻ ഇത് കാരണമായിട്ടുണ്ട്. സ്പ്രെഡ് ഓഫ് ഓൾ സോഷ്യലിസ്റ്റ് ഐഡിയാസ് അക്രോസ് ദി വേൾഡ്, ശരിയാണ്. റഷ്യൻ റവല്യൂഷൻ തന്നെയാണ് ലോകത്ത് പല സ്ഥലങ്ങളിലും സോഷ്യലിസം കമ്മ്യൂണിസം ഐഡിയോളജീസ് കൊണ്ടെത്തിക്കുന്നത്, ഇന്ത്യയിൽ ഉൾപ്പെടെ. നമുക്ക് ഇന്ത്യയുടെ നമ്മുടെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് മോഡേൺ ഇന്ത്യയിൽ പഠിക്കും, 1920s ശേഷമാണ് ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസം ഒക്കെ സ്പ്രെഡ് ആവുന്നത്, സോഷ്യലിസം കമ്മ്യൂണിസം ഒക്കെ കൂടുതലും യൂത്തുകൾക്കിടയിലാണ്. അപ്പൊ ലോകത്ത് പല സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു ഇമ്പാക്ട് കാണാൻ പറ്റും. ദ സ്പ്രെഡ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്, അതും ശരിയാണ്. റഷ്യൻ വിഡ്രോവൽ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, ശരിയല്ലേ? അതെ, റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തോടുകൂടി ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ 1914 സ്റ്റാർട്ട് ചെയ്തല്ലോ, 1914 സ്റ്റാർട്ട് ചെയ്താണ് ഈ പറഞ്ഞ ഫസ്റ്റ് വേൾഡ് വാർ. അത് അവസാനിക്കുന്നത് 1918, 1919 കാലഘട്ടങ്ങളാണ്. അപ്പോൾ റഷ്യ ശരിക്കും അലൈഡ് ഗ്രൂപ്പിനോടൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് റഷ്യ എന്ന് പറഞ്ഞ ഫസ്റ്റ് വേൾഡ് വാർ സമയത്ത്. പക്ഷേ ഈ ഫസ്റ്റ് വേൾഡ് വാർ പങ്കെടുത്തിന്റെ ഭാഗമായിട്ട് റഷ്യയിലെ ഫാമിനും പോവർട്ടിയും എക്കണോമിക്കലി ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു, വിച്ച് റിസൾട്ടഡ് ഇൻ ടു ദിസ് റഷ്യൻ റവല്യൂഷൻ ഇൻ 1917. ഓക്കെ, അപ്പൊ റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തോടുകൂടി റഷ്യ എന്ത് ചെയ്തു? ഫസ്റ്റ് വേൾഡ് വാർ എന്ന് വിഡ്രോ ചെയ്തു. ഞങ്ങൾ ഇനി റഷ്യൻ ഫസ്റ്റ് വേൾഡ് വാർ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യ വിഡ്രോ ചെയ്തു ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓപ്ഷൻ എ 1, 2 and 3 only. 82 question number. Who called Tolstoy as a mirror of Russian Revolution? റഷ്യൻ റവല്യൂഷന്റെ മിറർ ആയിട്ട് ടോൾസ്റ്റോയെ വിളിച്ചത് ആരാണ്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ലെനിൻ ആണ്. ഓക്കെ, ലെനിൻ ആണ് ടോൾസ്റ്റോയെ ദ മിറർ ഓഫ് റഷ്യൻ റവല്യൂഷൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. 83. Who was the leader of the Bolshevik party during the Russian Revolution? റഷ്യൻ റവല്യൂഷൻ സമയത്ത് ബോൾഷെവിക് പാർട്ടിയുടെ ലീഡർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി വ്ളാഡിമിർ ലെനിൻ. ഓക്കെ, വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു നമ്മുടെ ബോൾഷെവിക് പാർട്ടിയുടെ ലീഡർ ഡ്യൂറിംഗ് റഷ്യൻ റവല്യൂഷൻ. 84ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ദി മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്ക്? ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്കിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, to restore the Tsarist regime, to overthrow the provisional government, to establish a communist state in Russia, to end the war between Russia and Germany. ജർമ്മനി മാത്രമല്ല, ജർമ്മനിക്കൊപ്പം അന്ന് ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത നമ്മുടെ സെൻട്രൽ പവേഴ്സ് ഓസ്ട്രിയ, ഹംഗാരി, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് റഷ്യ നടത്തിയിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്ക്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റഷ്യ എന്ത് ചെയ്തു? ഫസ്റ്റ് വേൾഡ് വാറിൽ വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓപ്പോസിറ്റ് പാർട്ടീസ് ആയിട്ടുള്ള സെൻട്രൽ പവേഴ്സ് അവരുമായിട്ട് ഒരു പീസ്ഫുൾ ട്രീറ്റി സൈൻ ചെയ്തിട്ടാണ് റഷ്യ വിഡ്രോ ചെയ്യുന്നത്. ആ പീസ്ഫുൾ ട്രീറ്റിയാണ് ഈ ട്രീറ്റി ഓഫ് ബ്രസ്റ്റ് ലിറ്റോസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യയും അപ്പുറത്തുള്ള സെൻട്രൽ പവേഴ്സ്, ഇറ്റ് വാസ് ലെഡ് ബൈ ജർമ്മനി അല്ലെ, അപ്പൊ അവരുമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റിയാണ് ടു എൻഡ് ദി വാർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ജർമ്മനി. നൗ 85ാമത്തെ ചോദ്യം. What event is considered the spark that ignited the 1905 revolution in Russia? റഷ്യൻ റവല്യൂഷൻ 1905 സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായ ആ ഒരു സ്പാർക്കിംഗ് എഫക്ട് കൊടുത്തിട്ടുള്ള ഇവന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റൂസോ ജാപ്പനീസ് വാർ, ദി അസാസിനേഷൻ ഓഫ് സാർ നിക്കോളാസ് സെക്കൻഡ്, ദി ബ്ലഡി സൺഡേ മസാക്കർ, ദ ഫോർമേഷൻ ഓഫ് ബോൾഷെവിക് പാർട്ടി. സി നോക്കുക, ദി റഷ്യൻ റവല്യൂഷന്റെ സ്റ്റാർട്ടിങ്ങിന് കാരണം നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ബ്ലഡി സൺഡേ മസാക്കർ. അന്ന് ഞാൻ പറഞ്ഞു റഷ്യൻ റവല്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് റഷ്യയുടെ എക്കണോമിക് കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. റഷ്യ അന്നത്തെ രാജാവായിരുന്ന സാർ നിക്കോളസ് രണ്ടാമന്റെ ഒരു എന്താ പറയുക ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഭരണം, ഇതെല്ലാം ഒരു പ്രശ്നമായിരുന്നു അന്ന്. ഓക്കെ,
അപ്പൊ അന്ന് ഈ ഫാമിനും പോവർട്ടിയൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് ഭക്ഷണമില്ല, എല്ലാവർക്കും ക്ഷാമമാണ്, ഭക്ഷണം കിട്ടാതെ വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ എത്തിയ സമയത്ത് കുറെ ആളുകൾ അന്നത്തെ ചേർച്ചിന്റെ അണ്ടറിൽ, ചേർച്ചിൽ അന്നത്തെ ഗ്രിഗറി ഗേപ്പൺ എന്നൊക്കെ പറഞ്ഞ ഒരു ഫാദറിന്റെ അണ്ടറിൽ കുറെ പേര് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഒരു മാർച്ച് നടത്തി. ഓക്കെ, അന്ന് സെന്റ് പീറ്റേഴ്സ്ബർഗില് ഒരു കോട്ടയൊക്കെ ഉണ്ട്, വിന്റർ പാലസ് ഒക്കെ ഉണ്ടായിരുന്നു രാജാവിന്. അപ്പൊ ആ വിന്റർ പാലസിലേക്കാണ് എന്ത് ചെയ്തത്, മാർച്ച് നടക്കുന്നത്. പക്ഷെ ഈ മാർച്ചിന്റെ മേലിൽ ഓപ്പൺ ഫയറിംഗ് ഉണ്ടായി. ഓക്കെ, രാജാവിന്റെ ഗാർഡ്സ് എന്ത് ചെയ്തു, ഈ മാർച്ചിന് മുകളിലേക്ക് ഓപ്പൺലി ഫയർ ചെയ്തു. ഏകദേശം 100ഓളം പേര് മരിക്കുകയും കുറെ സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് പേര് മരിച്ചു വീണിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഈ ബ്ലഡി സൺഡേ മസാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നടക്കുന്നത് Jan 22 ആണ്. ഓക്കെ, ജനുവരി 22, 1905 അപ്പോഴാണ് ഈ ഒരു ബ്ലഡി സൺഡേ മസാക്കർ നടക്കുന്നത്. ശരിക്കും ഇതാണ് പിന്നീട് റഷ്യൻ റവല്യൂഷനിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു ഇവന്റ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇവന്റ് സ്പാർക്ക്ഡ് ദി starting of the Russian Revolution of 1905. So answer is option C ആണ്, Bloody Sunday Massacre. 86ാമത്തെ question. The Truman Doctrine and Marshall Plan aim to. The Truman Doctrine മാർഷൽ പ്ലാനും എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, എസ്റ്റാബ്ലിഷ് ന്യൂക്ലിയർ ഡിറ്ററൻസ് അഗൈൻസ്റ്റ് സോവിയറ്റ് യൂണിയൻ, പ്രൊമോട്ട് ഡീകോളനൈസേഷൻ ഇൻ ആഫ്രിക്ക ആൻഡ് ഏഷ്യ, strengthen communist regimes in Eastern Europe and contain the spread of communism and rebuild war-torn Europe. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോക്കുക, ഈ ഒരു ഇവന്റ് നടക്കുന്നത് നമ്മുടെ കോൾഡ് വാറിന്റെ കാലഘട്ടങ്ങളാണ്. നമുക്കറിയാം 1939 മുതൽ 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ നടന്നത് അല്ലെ. 1939 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് 1945 സെപ്റ്റംബറിൽ അവസാനിച്ച യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് എങ്ങനെയായിരുന്നു? ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കോൾഡ് വാർ പീരീഡ് എന്ന് പറയും. അതായത് രണ്ട് പാർട്ടികൾ, രണ്ട് രാജ്യങ്ങളുടെ അണ്ടറിലേക്ക് സിറ്റുവേഷൻസ് റീറൂട്ട് ചെയ്യപ്പെടുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ അണ്ടറിലും മറ്റൊന്ന് കുറച്ചുകൂടി ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്കയുടെ അണ്ടറിലും. അത് അമേരിക്കയും റഷ്യയും, അത് USSRും US തമ്മിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഈ കോൾഡ് വാർ കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റും. റഷ്യ എന്ന് പറഞ്ഞാൽ കൂടുതലും കമ്മ്യൂണിസം സോഷ്യലിസം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അമേരിക്ക അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ 1947 അന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോളിസീസ് ആണ്, രണ്ട് പ്രധാനപ്പെട്ട ഡോക്ട്രിൻസോ, രണ്ട് പ്രധാനപ്പെട്ട പ്ലാനുകളാണ് ഈ ട്രൂമാൻ ഡോക്ട്രിനും മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്. ട്രൂമാൻ ഡോക്ട്രിൻ വരുന്നത് 1947 അന്നത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള ഹാരി എസ് ട്രൂമാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡോക്ട്രിനാണ്. അതിൽ മാർഷൽ പ്ലാൻ വരുന്നത് 1947 ജോർജ് മാർഷൽ എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്ന പ്ലാനാണ് 1947 മാർഷൽ പ്ലാൻ. ഇത് രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നേ? റഷ്യ കൊണ്ടുവരുന്ന കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നത് അത് കണ്ടെയ്ൻ ചെയ്യാനും, സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് നശിച്ചു പോയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വാർട്ടോൺ ആയിട്ടുള്ള യൂറോപ്പിന് വീണ്ടും റീബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം. ഈ ട്രൂമാൻ ഡോക്ട്രിൻ കൂടുതലും ഗ്രീസിനെയും ടർക്കിനെയും ഉദ്ദേശിച്ച് ചെയ്താണ്. ഗ്രീസും ടർക്കിയൊക്കെ ഒരുപാട് അങ്ങ് ക്ഷയിച്ചു പോയായിരുന്നു ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. അവരെ തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രൂമാൻ ഡോക്ട്രിൻ. മാത്രമല്ല, റഷ്യയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും ഇത്തരം രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അതുകൂടി ഉണ്ട് അതിനൊരു പ്ലാനായിട്ട്. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് മാർഷൽ പ്ലാന്റെ കേസിൽ. യൂറോപ്പിലെ എസ്പെഷ്യലി ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മാർഷൽ പ്ലാന്റെ ഉദ്ദേശം. ഓക്കെ, രണ്ടിന്റെ ഉദ്ദേശം എന്താ? കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ കമ്മ്യൂണിസം സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടെയ്ൻ ചെയ്യുക, ആൻഡ് ടു റീബിൽഡ് ദി വാർ-ടോൺ യൂറോപ്പ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. 87 The creation of United Nations aimed to establish a global military force to combat communism, foster international cooperation and prevent future wars, promote free trade and economic development worldwide, serve as a platform for cultural exchange and understanding. എന്തിനാണ് യുണൈറ്റഡ് നേഷൻസ് രൂപീകരിക്കപ്പെട്ടത്? യുണൈറ്റഡ് നേഷൻസ് നിങ്ങൾക്കറിയാം 1945 UNO ഫോം ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്തിനാണ് ഫോം ചെയ്യപ്പെട്ടത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് UNOയുടെ ഒരു രൂപീകരണം. അത് കംപ്ലീറ്റ് രൂപീകരണത്തിലേക്ക് അത് എത്തിക്കുന്നത്. അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അറ്റ്ലാന്റിക് ചാർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ 1945 യുണൈറ്റഡ് നേഷൻസിനെ ഫുൾ ഫ്ലജ് ആയിട്ട് അതിന്റെ ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഫോസ്റ്റർ ചെയ്യുക മാത്രമല്ല, ഇനി ഒരു ഫ്യൂച്ചർ വാർ ഉണ്ടാകാൻ പാടില്ല. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഉണ്ടായതുപോലെ ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ പാടില്ല. ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ ഇന്റർനാഷണൽ ആംഗിളിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് UNOക്ക് ഉണ്ടായിരുന്നത്.
ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തും ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, ലീഗ് ഓഫ് നേഷൻസ്. പക്ഷെ ലീഗ് ഓഫ് നേഷൻസ് എന്തായിട്ടുണ്ടായിരുന്നില്ല, സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ലീഗ് ഓഫ് നേഷൻസ് സക്സീഡ് ചെയ്യാത്തത് കൊണ്ടല്ലേ രണ്ടാമത് വീണ്ടും ഒരു യുദ്ധം സ്റ്റാർട്ട് ചെയ്ത്, സെക്കൻഡ് വേൾഡ് വാർ. അപ്പൊ UNO നിലവിൽ ഇതുവരെയും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പല പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ UNOക്ക് സാധിച്ചില്ലെങ്കിലും അത് സ്റ്റിൽ അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഫോസ്റ്റർ ചെയ്യുക, അതുപോലെ ഇനിയുള്ള ഫ്യൂച്ചർ വാറുകൾ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. Which event led to the reunification of Germany in 1990? 1990 ജർമ്മനിയുടെ റീയൂണിഫിക്കേഷന് കാരണമായിട്ടുള്ള ഇവന്റ് ഏതാണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം ജർമ്മനിയുടെ മേലിൽ ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള ഇമ്പോസിഷൻസ് ഈ പറഞ്ഞ രാജ്യങ്ങൾ വയ്ക്കുന്നുണ്ട് അല്ലെ. ജർമ്മനിക്ക് എതിരായിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത് നമ്മുടെ ബ്രിട്ടനും അതുപോലെ അമേരിക്കയും എല്ലാവരും കൂടെ ചേർന്ന് ജർമ്മനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അന്ന് ജർമ്മനിയെ 2 ബ്ലോക്കുകളായിട്ടൊക്കെ തിരിച്ചു. ഓക്കെ, ഈസ്റ്റ് ജർമ്മനി എന്നും വെസ്റ്റ് ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് രണ്ടായിട്ടൊക്കെ തിരിച്ചു. അതിനെ ഒന്ന് ബൈഫൊക്കേഷൻ ഒക്കെ നടത്തിയായിരുന്നു. പക്ഷെ 1990 നമ്മുടെ USSRന്റെ ഒക്കെ ഫോളിന് ശേഷം 1990 ഈ ജർമ്മനിയുടെ റീയൂണിഫിക്കേഷൻ നടന്നു. അന്ന് ജർമ്മനിയെ വേർതിരിച്ച് നിർത്തിയിരുന്ന ബെർലിൻ വാൾ അതെന്ത് ചെയ്തു, പൊളിച്ചു. ഓക്കെ, ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങി ബെർലിൻ വാളിന്റെ ഡിമോളിഷൻ നടത്തി. അതോടുകൂടി ജർമ്മനി വാസ് റീയൂണിഫൈഡ്. നോട്ട് ചെയ്ത് വയ്ക്കുക. Now 89th question. Which event is often considered as the beginning of Vietnam War? വിയറ്റ്നാം വാറിന്റെ ബിഗിനിങ് ആയിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയപ്പെടുന്ന ഇവന്റ് ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, വിയറ്റ്നാം വാർ ആണ്, വിയറ്റ്നാം ക്രൈസിസ് അല്ല, വിയറ്റ്നാം വാർ ആണ്. അതായത് വിയറ്റ്നാം ക്രൈസിസ് എന്ന് പറഞ്ഞാല് ഒരു 1955 മുതൽ തന്നെ വിയറ്റ്നാമിൽ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ ആയിട്ടും ഈ സിവിൽ വാർ ക്രൈസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1955 പക്ഷേ അത് പിന്നീട് ഒരു 1963 വരെ ഇന്റേണൽ റിവോൾട്ടായിട്ട് നിന്നിട്ട് അതിനുശേഷമാണ് അതൊരു വിയറ്റ്നാം വാർ ആയിട്ട് മാറുന്നത്. അൺടിൽ 1975 വരെ അതൊരു വാർ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ചില ബുക്കുകൾ നിങ്ങൾ വിയറ്റ്നാം വാറിന്റെ ടോട്ടൽ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ 1955 മുതൽ 1975 എന്ന് കാണിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, 1955 മുതൽ ഒരു 60s വരെ അതൊരു ഇന്റേണൽ ഇഷ്യൂ മാത്രമായിരുന്നു. ഓക്കെ, പിന്നീടാണ് ഈ അമേരിക്കയുടെ ഒക്കെ ഇൻവോൾവ്മെന്റിന് ശേഷമാണ് അതൊരു വിയറ്റ്നാം വാർ ആയിട്ട് മാറുന്നത്. നോക്കുക, വിയറ്റ്നാം വാറിന്റെ ഒരു സ്റ്റാർട്ടിങ് നടക്കുന്നത് 1955 ആണെന്ന് ഞാൻ പറഞ്ഞേ. 1954 നമ്മുടെ ഈ ജനീവ കോൺഫറൻസിന് ശേഷം ഈ വിയറ്റ്നാം ഇൻഡിപെൻഡന്റ് ആയി. വിയറ്റ്നാം പണ്ട് ഫ്രാൻസിന്റെ ഒക്കെ അണ്ടറിലായിരുന്നു. സോ വിയറ്റ്നാം ഇൻഡിപെൻഡന്റ് ആയി. ഇൻഡിപെൻഡന്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? വിയറ്റ്നാം വാസ് സ്പ്ലിറ്റഡ് അപ്പ് ഇൻടു 2. നോർത്ത് വിയറ്റ്നാം എന്നും സൗത്ത് വിയറ്റ്നാം എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നോർത്ത് വിയറ്റ്നാം എന്നും സൗത്ത് വിയറ്റ്നാം എന്ന് പറഞ്ഞ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ നോർത്ത് വിയറ്റ്നാം കുറച്ചുകൂടി കമ്മ്യൂണിസ്റ്റ് ടെൻഡൻസി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. സൗത്ത് വിയറ്റ്നാം കുറച്ചുകൂടി ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്ന പ്രദേശമാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നോർത്ത് വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ റഷ്യ, ചൈന തുടങ്ങിയത്, USSR, ചൈന തുടങ്ങിയവർ നോർത്ത് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യുന്നു. സൗത്ത് വിയറ്റ്നാമിനെ ആന്റി കമ്മ്യൂണിസ്റ്റ്, അതായത് നമ്മുടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്ന ആന്റി കമ്മ്യൂണിസ്റ്റ് ഫോഴ്സസ് ആണ് സൗത്ത് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് വിയറ്റ്നാമിന്റെ ഭാഗത്തായിരുന്നു നമ്മുടെ ഹോച്ചിമിനൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ ആദ്യം ഒരു ഇന്റേണൽ ക്രൈസിസ് എന്ന രീതിയിൽ, ഒരു ഇന്റേണൽ റിവോൾട്ട് എന്ന രീതിയിൽ ഒരു സിവിൽ വാർ എന്ന നിലയിൽ 1955 വിയറ്റ്നാം ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കെ 1963 കാലഘട്ടം, 62, 63 സമയത്ത് നമ്മുടെ അമേരിക്കയുടെ ഒരു ഡിസ്ട്രോയർ ഷിപ്പ് അത് ഈ പറഞ്ഞ ഗൾഫ് ഓഫ് ടോങ്കിൻ എന്ന സ്ഥലത്ത് വെച്ച്, നമ്മുടെ വിയറ്റ്നാമിന്റെ ഗൾഫ് ഓഫ് ടോങ്കിൻ എന്ന സ്ഥലത്ത് വെച്ച് നോർത്ത് വിയറ്റ്നാമീസിലുള്ള ആൾക്കാർ ഡിസ്ട്രോയ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്തു എന്ന് കണ്ടിട്ട് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഡയറക്റ്റ്ലി അങ്ങ് ഇൻവോൾവ് ആയി. അതുവരെ അമേരിക്ക പുറത്തുനിന്ന് മാത്രം ചരട് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ 1963 അമേരിക്കയുടെ ഒരു കപ്പലിനെ നോർത്ത് വിയറ്റ്നാമീസ് ആൾക്കാർ അറ്റാക്ക് ചെയ്തു എന്ന് കണ്ടപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു? ഡയറക്റ്റ്ലി ഈ യുദ്ധത്തിലേക്ക് ഇൻവോൾവ് ചെയ്തു. പറയപ്പെടുന്നത് അങ്ങനെ ഒരു അറ്റാക്ക് ഒന്നും നടന്നിട്ടില്ല, അത് അമേരിക്ക മനഃപൂർവ്വം ഉണ്ടാക്കിയുള്ള ഒരു ഇവന്റ് ആണെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ US ഈ വിയറ്റ്നാം ക്രൈസിസിലേക്ക് ഇടപെടുന്നു. അങ്ങനെ അതൊരു വിയറ്റ്നാം വാർ ആയിട്ട് മാറുന്നു. അപ്പൊ വിയറ്റ്നാം വാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ദി ഗൾഫ് ഓഫ് ടോങ്കിൻ ഇൻസിഡന്റ് ആണ്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചിരിക്കുക. 1963, 64 കാലഘട്ടങ്ങളാണ് ശരിക്കും. 64 പറയപ്പെടുന്നത്. ഈ ഒരു കാലഘട്ടങ്ങളിലാണ് ഈ ഗൾഫ് ഓഫ് ടോങ്കിൻ ഇൻസിഡന്റ് നടക്കുന്നത്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക.
പിന്നെ 1975 ആയപ്പോൾ വിയറ്റ്നാം ക്രൈസിസ് അങ്ങ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായി. ശരിക്കും ഇതിൽ അമേരിക്കയ്ക്ക് ജയമുണ്ടോ എന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ 1975 ഈ വിയറ്റ്നാം ക്രൈസിസും ഒരു പരിധിക്കപ്പുറം സ്റ്റോപ്പായി. ഓക്കെ, ഇനി 1 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ 90ാമത്തെ ചോദ്യമാണ്. വെൻ വാസ് നാറ്റോ ഫോംഡ്? നിങ്ങൾക്കറിയാം, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന പേരിൽ ഫോം ചെയ്യപ്പെട്ട നാറ്റോ അത് ഏത് വർഷമാണ് രൂപീകരിക്കപ്പെട്ടത്? 1949 ഈ നാറ്റോ ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം പേര് പോലെ തന്നെ നോർത്ത് അറ്റ്ലാന്റിക് ഭാഗങ്ങളിലുള്ള രാജ്യങ്ങൾ, അത് യൂറോപ്പ് ആണെങ്കിലും ശരി, നമ്മുടെ നോർത്ത് അമേരിക്കയിലുള്ള രാജ്യങ്ങളാണെങ്കിലും ശരി, ഇത്തരം രാജ്യങ്ങൾ ചേർന്ന് ഫോം ചെയ്തൊരു ഓർഗനൈസേഷനാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒബ്വിയസ്ലി നമ്മുടെ വളർന്നു വരുന്ന USSRനെ തടയുക, അമേരിക്കയെ റഷ്യയെ തടയുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടി ഫോം ചെയ്ത ഒരു മിലിറ്ററി അലയൻസ് കൂടിയാണ് നാറ്റോ. ഓക്കെ, അന്ന് ഈ കോൾഡ് വാറിന്റെ സമയത്ത് US-ഉം USSRും രണ്ട് ബ്ലോക്കുകളായിട്ട് തിരിഞ്ഞുകൊണ്ടായിരുന്നു ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്, അല്ലെ? 2 ബ്ലോക്കുകളായിരുന്നു. ഒന്ന് അമേരിക്കയും മറ്റൊന്ന് റഷ്യ. റഷ്യ കുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ്, അവര് കുറച്ചൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരാണ്. ഇതായിരുന്നു പ്രശ്നം. കുറെ രാജ്യങ്ങൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തു, കുറെ രാജ്യങ്ങൾ റഷ്യയെ സപ്പോർട്ട് ചെയ്തു, ചില രാജ്യങ്ങൾ നോൺ അലൈൻഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളെല്ലാം നോൺ അലൈൻഡ്, ഒന്നിലും ചേരാതെ നിൽക്കുന്ന ചില രാജ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാറ്റോ ശരിക്കും റഷ്യയെ ഒതുക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു മിലിറ്ററി അലയൻസ് കൂടിയാണ് ഈ നാറ്റോ എന്ന് പറയുന്നത് കേട്ടോ. 1949 ഇത് രൂപീകരിക്കുക. ഇന്നിപ്പോ ഏകദേശം 31ഓളം രാജ്യങ്ങൾ നാറ്റോയിൽ ഉണ്ട്. അതിൽ 29 യൂറോപ്യൻ രാജ്യങ്ങളും 2 നോർത്ത് അമേരിക്കൻ അമേരിക്കൻ രാജ്യങ്ങളുമാണ് ഉള്ളത്. അപ്പൊ നോക്കുക, 1949 ഇത് ഫോം ചെയ്തത്. ഇനി 91, വാട്ട് വാസ് ദ കീ ഇവന്റ് ദാറ്റ് സ്പാർക്ക് ദ ക്രിയേഷൻ ഓഫ് വേൾഡ് ബാങ്ക്? വേൾഡ് ബാങ്കിന്റെ ക്രിയേഷന് കാരണമായിട്ടുള്ളത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. ദ ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ ഓഫ് 1929, ദ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ്, US കനാൽ ക്രൈസിസ്, സെക്കൻഡ് വേൾഡ് വാർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ്. ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് നടക്കുന്നത് 1944 1944 ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് നടക്കുന്നത്. ഈ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ തന്നെ ദ ചിൽഡ്രൻ ഓഫ് ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് പഠിക്കും. ഒന്ന് IMF രൂപം കൊള്ളുന്നതും ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിന്റെ ഒരു ഔട്ട്കമിന്റെ ഭാഗമായിട്ടാണ്. 2 IBRD എന്ന് പറയും, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD. ഈ IBRD ആണ് പിന്നീട് വേൾഡ് ബാങ്ക് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രിട്ടൻ വുഡ്സ് കോൺഫറൻസിൽ 2 ഓർഗനൈസേഷൻസ് രൂപം കൊണ്ടിട്ടുണ്ട്. ഒന്ന് IMF-ഉം മറ്റൊന്ന് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അത് പിന്നീട് വേൾഡ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെട്ടു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഇനി 92, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെയിൻ ഓർഗൻ ഓഫ് UN? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പൽ ഓർഗനിൽ പെടാത്തത് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം UN-ന് ശരിക്കും 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ഉണ്ട്, അല്ലെ? ഒന്ന് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതുപോലെ സെക്രട്ടേറിയറ്റ്. ഓക്കെ, അപ്പൊ ഈ 6 മെയിൻ ബോഡീസ് ആണ്, മെയിൻ ഓർഗൻസ് ആണ് UNOക്ക് ഉള്ളത്. അപ്പൊ ഇതില് ഏതാണ് ഇല്ലാത്തത്? IMF ആണ്. IMF എന്തില്ല? UN-യുടെ പ്രിൻസിപ്പൽ ഓർഗനിൽ പെടുന്നതല്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, ജനറൽ അസംബ്ലി ഉണ്ട്, സെക്യൂരിറ്റി കൗൺസിൽ ഉണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ ഉണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ഉണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സെക്രട്ടേറിയറ്റ്. അതിൽ IMF എന്തല്ല? UN-ന്റെ ബോഡി അല്ല. Now 93rd question, which organ of UN has suspended its operation since 1994? 1994-ൽ ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്ത UN-ന്റെ ഏത് ഓർഗൻ ആണ് ഇത് തന്നിരിക്കുന്നില്ല എന്നാണ് ചോദ്യം. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. 1994-ൽ അത് സസ്പെൻഡ് ചെയ്തു. ഇപ്പൊ നിലവിൽ എക്സിസ്റ്റിംഗ് അല്ല ഈ കൗൺസിൽ. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇത് UN-ന്റെ ഒരു മെയിൻ പ്രിൻസിപ്പൽ ഓർഗൻ തന്നെയായിരുന്നു. UN ഫോം ചെയ്ത സമയത്ത് ഒരു മെയിൻ പ്രിൻസിപ്പൽ ഓർഗൻ ആയിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. പക്ഷെ ഇതിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാല് ഇത് രൂപം കൊണ്ടതിന്റെ ഒരു ഒബ്ജക്റ്റീവ് നമ്മുടെ കോൾഡ് വാർ സമയത്ത്, അത് സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം ഡീകോളനൈസേഷൻ എഫക്ട് സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ ഈ ഡീകോളനൈസേഷൻ എഫക്റ്റിന്റെ സമയത്ത് ചില രാജ്യങ്ങളുണ്ട്, അവർ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. പക്ഷെ ചില രാജ്യങ്ങൾ സെൽഫ് ഗവൺമെന്റ് സ്റ്റാറ്റസ് നിൽക്കുന്ന രാജ്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഇൻഡിപെൻഡന്റ് അല്ല, പക്ഷെ സ്വന്തമായിട്ട് ചില ഗവർണൻസ് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയുന്ന ചില രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആകുന്നത് വരെ
അത്തരം രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അത്തരം രാജ്യങ്ങളുടെ മേലിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി UN രൂപീകരിച്ച ബോഡിയായിരുന്നു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ഓക്കെ, പക്ഷെ എന്താ സംഭവിച്ചെന്നാൽ ഒരു 1990s കൂടി ഈ സെൽഫ് ഗവൺമെന്റ് നേടിയിട്ടുണ്ടാകുന്ന രാജ്യങ്ങളെല്ലാം ദേ ബിക്കെയിം കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്. അവരെല്ലാവരും സ്വന്തമായിട്ട് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഒരു ബോഡിയുടെ ആവശ്യമില്ല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഗവൺമെന്റ് നിൽക്കുന്ന രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങൾ അനക്സ് ചെയ്യാതിരിക്കുക, അവർക്ക് മേലിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അതൊക്കെയായിരുന്നു ഈ കൗൺസിലിന്റെ ലക്ഷ്യം. പക്ഷെ പിന്നീട് അത് ആവശ്യം വന്നില്ല, കംപ്ലീറ്റ്ലി അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആയോടുകൂടി. അങ്ങനെ 1994 ഇറ്റ് സസ്പെൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഇപ്പൊ നിലവിൽ ഇങ്ങനെ ഒരു ബോഡി എന്തിലില്ല, UN ഇല്ല. ഇപ്പൊ 5 പെർമനന്റ് പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് UN ഉള്ളത്. ഇനി 94, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ദ പ്രസന്റ് പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി സെക്യൂരിറ്റി കൗൺസിൽ? നിലവിൽ സെക്യൂരിറ്റി കൗൺസിലിലെ പെർമനന്റ് മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദ്യം. ഫ്രാൻസ് ഉണ്ടോ? ഉണ്ട്. ചൈന ഉണ്ടോ? ഉണ്ട്. UK ഉണ്ട്. ജർമ്മനി ഇല്ല. ഓക്കെ, ജർമ്മനി ഈസ് നോട്ട് ദർ. റഷ്യ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നോക്കുക, 1, 2, 3, 4 4 രാജ്യങ്ങൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇതിലില്ലാത്ത രാജ്യം ഏതാണ്? അമേരിക്ക. ജർമ്മനി ഇല്ല, പക്ഷേ അമേരിക്ക ഉണ്ട്. ഓക്കെ, അപ്പൊ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണ് സെക്യൂരിറ്റി കൗൺസിൽ ഉള്ളത്. ഫ്രാൻസ്, ചൈന, UK, റഷ്യ, US. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ആണ് 1, 2, 3 and 5. 95ാമത്തെ ക്വസ്റ്റ്യൻ. The headquarters of International Labour Organization ILO is situated at? വളരെ ഫാക്ച്വൽ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ജനീവ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ILOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത്. ഇനി 96, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് സാർക്ക്? സാർക്ക് രാജ്യങ്ങളെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ, അതാണ് സാർക്ക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ കാഠ്മണ്ഡു. ശരിയാണ്, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് സാർക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ദ ഫസ്റ്റ് സാർക്ക് സബ്മിറ്റ് കണ്ടക്ട് ചെയ്തത് ധാക്കയിലാണ്. അതും ശരിയാണ്, ധാക്കയിലാണ് 1985 ആദ്യത്തെ സമ്മിറ്റ്, സാർക്കിന്റെ സമ്മിറ്റ് കണ്ടക്ട് ചെയ്തത് ബംഗ്ലാദേശിലെ ധാക്കയിൽ. സാർക്ക് കംപ്രൈസസ് ഓഫ് നിയർലി 50% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ. അത് തെറ്റാണ്. 50% വേൾഡ്സ് പോപ്പുലേഷൻ എന്തിലില്ല? സാർക്ക് രാജ്യങ്ങളില്ല അല്ലെ. സാർക്ക് രാജ്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയുള്ളത്? സാർക്ക് രാജ്യങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഒന്ന്, ചെറിയൊരു വിസിബിലിറ്റിയുടെ ഇഷ്യൂ വന്നാണ്. സാർക്ക് രാജ്യങ്ങൾ ഏതൊക്കെയാ വരുന്നത്? സാർക്ക് എന്ന് പറഞ്ഞാൽ 50% അല്ല, അതെന്താന്ന് പറയാൻ കാരണമുണ്ട്. സാർക്കിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഓക്കെ, എഴുതുമ്പോൾ ശരിയാവുന്നില്ല. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, അതുപോലെ ബംഗ്ലാദേശ് ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മാൾഡീവ്സ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, അതുപോലെ നമ്മുടെ ഇന്ത്യയും ഉണ്ട് അല്ലെ. അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മാൽഡീവ്സ് ഉണ്ട്, നേപ്പാൾ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ശ്രീലങ്കയുണ്ട്, ഇന്ത്യ ഉണ്ട്. ഇത്തരം രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആണ് സാർക്ക് എന്ന് പറഞ്ഞത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് സാർക്ക് എന്ന് പറയുന്നത്. അപ്പോ സാർക്ക് ഒരിക്കലും എന്തല്ല 50% പോപ്പുലേഷനും സാർക്കിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, വളരെ ലിമിറ്റഡ് ആണ് അല്ലെ. 50% ഇല്ല, പകരം 21%. 21% ഓഫ് വേൾഡ് പോപ്പുലേഷൻ ആണ് സാർക്കിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളില്ല? ചൈന ഇല്ല, സൗത്ത് കൊറിയ ഇല്ല. ഓക്കെ, ചൈന ആൻഡ് സൗത്ത് കൊറിയ ആർ നോട്ട് പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് ദി സാർക്ക്. അതും ശരിയാണ്, അവരൊന്നും പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് അല്ല. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യൻ 97, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ലെഡ് ടു ദ ഡിസിന്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന് കാരണം എന്തൊക്കെയാണ് ചോദ്യം. സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ നിങ്ങൾക്ക് അറിയാലോ, 1989, 90 കാലഘട്ടങ്ങളിൽ ആരംഭിച്ചതാണ് ഈ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എന്തൊക്കെയാ റീസൺസ്? ഫാൾ ഓഫ് ബെർലിൻ വാൾ, ഇത് കുറച്ചു മുമ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒബ്വിയസ്ലി ഫാൾ ഓഫ് ബെർലിൻ വാൾ ഈ സോവിയറ്റ് യൂണിയന്റെ ഡിസിന്റഗ്രേഷന് കാരണമാണ്. എക്കണോമിക് വീക്ക്നെസ് ഡ്യൂ ടു ഹെവി സ്പെൻഡിങ്, അതും ഒരു കാരണമാണ് അല്ലെ. എക്കണോമിക് വീക്ക്നെസ്, എക്കണോമിക് ആയിട്ടുള്ള ഡിഗ്രഡേഷനും ഒരു കാരണമാണ്. ഓൺസെറ്റ് ഓഫ് ഡെമോക്രറ്റൈസേഷൻ ആൻഡ് റൈസ് ഓഫ് നാഷണലിസം ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്, അതും ശരിയാണ്. പണ്ട് USSR മാക്സിമം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കയ്യിലെടുക്കാൻ ചെറിയ ശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? ഇത്തരം ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ നാഷണലിസം വളരുന്നു,
അവിടെ ഡെമോക്രറ്റൈസേഷൻ എമോജ് ആയി വരുന്നു. അതും റീസൺ ആണ് ദ ഫോൾ ഓഫ് നമ്മുടെ USSRന്. ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഇതൊരു റീസൺ അല്ല. കാരണം ക്യൂബൻ മിസൈൽ ക്രൈസിസ് നടക്കുന്ന എപ്പോഴാണ്? 1962 1962 അപ്പൊ അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അല്ലെ. 1989 1990 കാലഘട്ടത്തിലാണ് USSRന്റെ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നത്. അപ്പൊ ഇത് വരത്തില്ല. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ 1, 2 and 3. So next is 98th question. Which of the following is or not the features of Cold War? Cold Warന്റെ ഫീച്ചർ അല്ലാത്തത് എന്നാണ് ചോദ്യം. There was nuclear arm race. There was economic blockade against non-aligned countries. There was development in space industry. ശ്രദ്ധിക്കുക, കോൾഡ് വാറിന്റെ സമയത്ത് ന്യൂക്ലിയർ ആം റേസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ, ന്യൂക്ലിയർ ആം റേസ് അവിടെ ഉണ്ടായിരുന്നു. അതായത് റഷ്യ 2 ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക 4 ഉണ്ടാക്കും. അതായിരുന്നു അവസ്ഥ. അത് എക്സ്റ്റെൻസീവ് അല്ല, ഈ 2 രാജ്യങ്ങൾക്കിടയിലുള്ള ന്യൂക്ലിയർ ആം റേസ് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. There was economic blockade against non-aligned countries. അത് തെറ്റാണ്. അതായത് ഇവർ രണ്ടുപേരിലും പെടാത്ത, റഷ്യയെ സപ്പോർട്ട് ചെയ്യാത്ത പല രാജ്യങ്ങളുണ്ട്, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്, രണ്ടിലും സപ്പോർട്ട് ചെയ്യാത്ത രാജ്യങ്ങളുണ്ട്. അത്തരം നോൺ അലൈൻഡ് ആയിട്ടുള്ള കൺട്രീസിന് മേലിൽ എക്കണോമിക് ബ്ലോക്കേഡ് ഉണ്ടാക്കാറുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അവരെ വെറുതെ വിട്ടു. റഷ്യയുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം റഷ്യയുമായിട്ട് ജോയിൻ ചെയ്താൽ മതി, അമേരിക്കയുമായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം അമേരിക്കയുമായിട്ട് ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ എക്കണോമിക് ബ്ലോക്കേഡ് ഒന്നും ഇമ്പോസ് ചെയ്തിട്ടില്ല. അത് തെറ്റാണ്. There was development in space industry. അതും ശരിയാണ്. സ്പേസ് ഇൻഡസ്ട്രിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അമേരിക്ക ഒരു റോക്കറ്റ് വിട്ടു കഴിഞ്ഞാൽ റഷ്യ 2 എണ്ണം വിടും. ഓക്കെ, അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ സ്പേസ് സെക്ടേഴ്സിനൊക്കെ ഭയങ്കര അധികം ബൂം കിട്ടിയ ഒരു കാലഘട്ടമാണ്. ഇന്ത്യയും അത് യൂട്ടിലൈസ് ചെയ്തു. അതുകൊണ്ടാണ് 1960s നമുക്ക് ISRO, ഇൻകോസ്പാർ പോലത്തുള്ള ബോഡികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ആൻസർ വരുന്നത് ഇതിനകത്ത് ക്വസ്റ്റിനകത്ത് ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ഫീച്ചർ ആയിട്ടുള്ളതാണ് ആൻസറിനകത്ത് കൊടുത്തിരിക്കുന്നത് 1 and 3. ഫീച്ചർ അല്ലാത്ത 2 ആണ്. അപ്പൊ നോട്ട് നിങ്ങൾ വിട്ടിക്കും. ആ ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നോക്കണം കേട്ടോ. ആദ്യത്തെ 3ാമത്തും ശരിയാണ്, 2ാമത്തെയാണ് തെറ്റെന്ന് പറയുന്നത്. ഇനി 99. The Council for Mutual Economic Assistance, COMCON, was set up by the USSR in. Council for Mutual Economic Assistance അഥവാ COMCON എന്ന സാധനം എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് USSR സെറ്റപ്പ് ചെയ്തു എന്നാണ് ചോദ്യം. അത് 1949 കോൾഡ് വാറിന്റെ സമയത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, അതായത് USSRനെ സപ്പോർട്ട് കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് മേലിൽ എക്കണോമിക് ആയിട്ടുള്ള അസിസ്റ്റൻസ് നൽകുക, അത്തരം രാജ്യങ്ങൾക്ക് എക്കണോമിക് അസിസ്റ്റൻസ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി USSR രൂപീകരിച്ച ബോഡിയാണ് COMCON. Okay, 1949. And the last question, the Warsaw Pact. Warsaw Pact എന്തായിരുന്നു? Was the Eastern Bloc's answer to NATO, gained impetus after 1954, rearmament of West Germany, was a direct response to the Truman's doctrine, both A and B. Warsaw Pact ആൻസർ വരുന്നത് both A and B ആണ്. ഓക്കെ, 1955 വന്നിട്ടുണ്ടായിരുന്ന ഒരു പാക്ട് ആണ് വാർസോ പാക്ട്. വേറൊന്നുമല്ല, നമ്മുടെ നാറ്റോ വന്നില്ലേ 1949 നാറ്റോ വന്നില്ലേ. അപ്പൊ നാറ്റോക്ക് എതിരായിട്ട് ഈസ്റ്റേൺ ബ്ലോക്ക്, അതായത് റഷ്യയെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൊണ്ടുവന്നൊരു പാക്ട് ആണ് വാർസോ പാക്ട്. ഓക്കെ, വേറൊന്നല്ല, വെസ്റ്റ് ജർമ്മനിയെ വീണ്ടും എന്ത് ചെയ്യുക, തിരിച്ച് റീആർമമെന്റ് നടത്തുക. വെസ്റ്റ് ജർമ്മനി ഈസ്റ്റ് ജർമ്മനിയുടെ കേസ് നിങ്ങൾക്ക് അറിയാലോ. ജർമ്മനി വാസ് സ്പ്ലിറ്റഡ് ഡ്യൂറിംഗ് ദിസ് കോൾഡ് വാർ. അപ്പോൾ വെസ്റ്റ് ജർമ്മനിയെ ആക്ച്വലി വീണ്ടും എന്ത് ചെയ്യാം, വെസ്റ്റ് ജർമ്മനിയിൽ മിലിറ്ററി റീആർമമെന്റ് കൊണ്ടുപോകാം, വീണ്ടും മിലിറ്ററിയെ റീഓർഗനൈസ് ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള ഒരു പാക്ട് ആണ് വാർസോ പാക്ട്. ഇൻ ഓർഡർ ടു കൺട്രോൾ ദി നാറ്റോ കൺട്രീസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വെസ്റ്റ് ജർമ്മനിയുടെ മേലിൽ വീണ്ടും മിലിറ്ററൈസേഷൻ കൊണ്ടുവരിക, ഡീമിലിറ്ററൈസേഷൻ അല്ല, മിലിറ്ററൈസേഷൻ കൊണ്ടുവരിക. ഇതായിരുന്നു വാർസോ പാക്ടിന്റെ ലക്ഷ്യം. സോ ആൻസർ ബോത്ത് A and B ആണ്. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ടിച്ച് വിട്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫോർ ദ ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഫാക്കൽറ്റീസിന്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് റീറൂട്ട് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, സോ അൺടിൽ ദെൻ സൈനിങ് ഓഫ്.